ശ്രീമാത്രേ നമ. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും ശ്രീമാത്രേ നമ. ഈ ലളിതാ സഹസ്രനാമം 14 അധ്യായമായിട്ട് തിരിച്ച് 13ാമത്തെ അധ്യായമായിരിക്കുന്ന വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം, അതിലൂടെയാണ് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സംക്ഷിപ്തമായിരിക്കുന്ന എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നാമാർത്ഥങ്ങളിലൂടെ പോവുകയാണ്. അപ്പോ 606ാമത്തെ നാമത്തിലാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. അപ്പൊ 606 എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഹ ജന്മഭൂ. അപ്പൊ ഗുഹ ജന്മ ഭൂ. ഭൂ എന്ന് പറഞ്ഞാല് ഉണ്ടായത്, ജനിക്കുന്ന സ്ഥലം. അപ്പോ ഗുഹ എന്ന് പറഞ്ഞാലോ ചലിക്കാത്ത ജീവജാലങ്ങൾ, ജന്മഭൂ ജനിക്കുന്ന സ്ഥാനം. അപ്പൊ ഗുഹ ജന്മഭൂ, ചലിക്കാത്ത ജീവജാലങ്ങൾക്കും മാതാവായിരിക്കുന്ന ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത നാമത്തിലേക്ക് കയറുകയാണ്. 606 മുതലാണ് നാമം തുടങ്ങുന്നത്, 607 മുതൽ. അപ്പോ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശ രൂപിണി പ്രതിപന്മുഖ്യ രാകാന്ത തിഥിമണ്ഡല പൂജിത. ദേവേശി, ദേവേശി ദേവ പ്ലസ് ഈശി, ദേവന്മാർക്ക് രക്ഷിതാവായവൾ, ഈശിത രക്ഷിതാവ് എന്നാണ് അർത്ഥം. ദണ്ഡനീതിസ്ഥ, ദണ്ഡനീതിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. ദണ്ഡനീതി എന്ന് പറഞ്ഞ നിയമം, നീതി. ദണ്ഡം എന്ന് പറഞ്ഞ ശിക്ഷ. ഇതെല്ലാം നടപ്പാക്കുന്ന ആരാണ്? അമ്മ തന്നെയാണ്, അല്ലെ? ദഹരാകാശ രൂപിണി, ദഹര ആകാശ രൂപിണി. ദഹരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതായത് ഹൃദയം. അവിടെ വ്യാപിച്ചിരിക്കുന്ന, ആകാശം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചത്, സർവ്വവ്യാപിയായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. ഹൃദയമാകുന്ന ആകാശത്ത് വ്യാപിച്ചു നിൽപ്പവൾ എന്നും നമുക്ക് അർത്ഥം എടുക്കാം. പ്രതിപൻ മുഖ്യ രാഗാന്ത തിഥി മണ്ഡല പൂജിത. പ്രതിപത് മുഖ്യ രാഗ അന്ത തിഥി മണ്ഡല പൂജിത. പ്രതിപത്ത് എന്ന് പറഞ്ഞാൽ പ്രതിപദം മുതല്, രാഗ എന്ന് പറഞ്ഞ പൗർണമി, അന്ത എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള തിഥി മണ്ഡല, തിഥികളുടെ കൂട്ടത്താൽ പൂജിക്കപ്പെടുന്നവൾ. വളരെ പ്രധാനപ്പെട്ട ശ്രീവിദ്യാ മന്ത്രത്തിന്റെ അക്ഷര സ്വരൂപമായിരിക്കുന്ന തിഥി നിത്യ ദേവതകളെയാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിലെ പ്രാണോർജത്തിന് ഓരോ തിഥിയിലും ശക്തി വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയണു. ഈ വ്യത്യസ്ത പ്രാണോർജത്തിന് തിഥി ദേവത എന്നാണ് പറയുന്നത്. ഈ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജപസാധനകൾ അനുഷ്ഠിക്കുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ ഈ നാമത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശ രൂപിണി, അല്ലെ? അപ്പൊ ദേവേശി ഗുഹ ജന്മഭൂ എന്നുള്ള നാമം കഴിഞ്ഞ് ദേവന്മാർക്ക്, അതായത് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർക്ക് പോലും ഈശ്വരിയായിട്ടുള്ളവൾ. ഈശി എന്ന് പറയും ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ ദേവേശന്റെ പത്നി എന്ന് നമുക്ക് എടുക്കാം. ദേവേശൻ സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. ദേവേശൻ എന്ന പദം ബ്രഹ്മ വിഷ്ണു ഇന്ദ്രൻ എന്നീ അർത്ഥങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട്. യഥാക്രമം പാർവതി, സരസ്വതി, മഹാലക്ഷ്മി, ശചീദേവി എന്നിങ്ങനെ ഈ നാമത്തിന് ഈ പക്ഷത്തിൽ അർത്ഥം എടുക്കാം. ദണ്ഡനീതി നടപ്പാക്കുന്ന ദേവി, അതാണ് ദണ്ഡനീതിസ്ഥ. ആ ഒരു ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ദണ്ഡനീതി നീതിശാസ്ത്രത്തിന്റെ ഒരു മുഖ്യ വിഭാഗമാണ്. കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് രാജ്യഭരണ സംബന്ധമായിട്ടുള്ള നിയമങ്ങളാണ്, അല്ലെ? നമ്മളെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണ്. ഇതിന്റെ ഉള്ളടക്കം എന്ന് വെച്ചാല് കുറ്റം അന്വേഷിച്ച് സത്യം അറിയുക. ആ ഒരു സ്മൃതി വിധികൾ, അതായത് നിയമാവലികൾ പരിശോധിക്കുക, ശിക്ഷയെപ്പറ്റി പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യുക എന്നീ 3 വിഭാഗങ്ങളും ദണ്ഡനീതിക്കുണ്ട്. അപ്പൊ ദണ്ഡനീതി അർത്ഥശാസ്ത്രത്തിന്റെ ഭാഗമാണ്. കൗടില്യൻ, ബൃഹസ്പതി തുടങ്ങിയവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ ദണ്ഡനീതി ദേവിയുടെ ആജ്ഞയാൽ തന്നെ, അതായത് ദേവി അതിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോ ആ ഒരു രാജധർമ്മത്തിൽപ്പെടുന്ന ദണ്ഡനീതിക്ക് പലപ്പോഴും കുറ്റം ചെയ്യാത്തവരെ പീഡിപ്പിക്കുന്നതായും കുറ്റവാളികളെ രക്ഷിക്കുന്നതായിട്ടും കാണാം, അല്ലെ? അപ്പൊ അത് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവർക്ക് തെറ്റുപറ്റാം. ഒരിക്കലും പറ്റാത്ത സനാതനമായിരിക്കുന്ന ഒരു ദണ്ഡനീതി പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും തെറ്റുകൾക്ക് ശിക്ഷയും നൽകുന്ന ആ കർമ്മഫല വിന്യാസത്തിന്റെ രീതി. അപ്പൊ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്നുള്ള വിധിക്ക് ആ ഒരു അലിഖിതമായിരിക്കുന്ന ആ നീതി ദേവിയാൽ നിർദ്ദിഷ്ടമാണ്. അതിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവും ഇല്ല, അല്ലെ? അപ്പോ ദണ്ഡോ ദമയിദാസ്മി നീതി അസ്മി ജഗദീഷിതാം എന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ദേവി പിന്നെ ആരാണ്? ദഹരാകാശ രൂപിണി. ദഹരാകാശ രൂപിണിയായിരിക്കുന്നവൾ. ദഹരം എന്ന് പറഞ്ഞാല് നമ്മൾ ഹൃദയം എന്ന് തന്നെ അർത്ഥം എടുക്കണം. അപ്പൊ ഹൃദയ കുകരസ്ഥ. അപ്പൊ മായ എന്ന് പറയുന്ന അല്പാകാശത്തെ ദഹരാകാശം എന്ന് വിളിക്കുകയാണ് ഇവിടെ. ഈ അല്പാകാശം ദേവി രൂപമായതുകൊണ്ട് ദഹരാകാശ രൂപിണി എന്ന നാമം.
ഹൃദയ കുഹരമായിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയ കുഹരസ്ഥമായിരിക്കുന്ന അല്പാകാശവും സർവവ്യാപ്തമായിരിക്കുന്ന ചിതാകാശവും തമ്മിൽ തത്വത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ദഹരാകാശ രൂപിണിയായ ദേവിയെ അറിയാനുള്ള ആ ഒരു അന്തർമുഖത്വം നമുക്ക് ഉണ്ടായാൽ മാത്രം മതി. അപ്പൊ ചിതാകാശ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. കാരണം അതുകൊണ്ടാണ് അന്തർമുഖ സമാരാധ്യ എന്ന് ഒരു നാമത്തിൽ ദേവിയെ പറഞ്ഞത്. അന്തർമുഖമായിട്ടിരിക്കുന്നവർക്ക് മാത്രം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവൾ. പ്രതിപദം മുതൽ രാക എന്ന് പറഞ്ഞ പൗർണമി അന്തമായിട്ടുള്ള തിഥിമണ്ഡലത്തിൽ, അതാണ് പ്രതിമൻ മുഖ്യ രാകാന്ത തിഥിമണ്ഡലത്തിന്റെ, അതായത് 15 തിഥിനിത്യ ദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ. ഇപ്പൊ പ്രതിപദം തുടങ്ങിയ ഓരോ തിഥിയിലും വ്യത്യസ്തമായിരിക്കുന്ന വിധികൾ അനുസരിച്ച് ദേവിയെ ആരാധിക്കേണ്ട സമ്പ്രദായം തന്ത്രങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നവാഭരണ പൂജയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ദേവതയ്ക്കും നാമം, യന്ത്രം, മന്ത്രം എല്ലാം ഉണ്ട്. അപ്പൊ ആ വിധിപ്രകാരം പൂജിക്കപ്പെടുന്നവൾ പൂജാ വിധികളുടെ വിശദാംശങ്ങൾ തന്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ ഗുരുമുഖത്തു നിന്നോ പരശുരാമ കൽപ്പസൂത്രത്തിൽ നിന്നോ അറിയേണ്ടതാണ്. അപ്പൊ പ്രതിപദം മുതൽ പൗർണമി വരെ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും തിഥികളെ നിത്യാദേവിമാരായിട്ട് നമ്മൾ ആരാധിക്കണം. ഇപ്പൊ ചന്ദ്രകലാ സ്വരൂപങ്ങളായിട്ട് നിലകൊള്ളുന്ന നിത്യാദേവിമാരുടെ പേരുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. നിത്യാദേവതകളാൽ പൂജിക്കപ്പെടുന്നവൾ. അപ്പോ അടുത്ത ദേവിയുടെ നാമങ്ങൾ വരുന്നത് കലാത്മിക, കലാനാഥ, കാവ്യാലാപ വിനോദിനി, സ ചാമര രമാവാണി, സവ്യദക്ഷിണ സേവിത. ഇപ്പൊ കലാത്മിക, കലകളിലെ ചൈതന്യത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. സ്ഥൂല കലകൾ 64 സൂക്ഷ്മകലകൾ എണ്ണമറ്റതായിട്ടുണ്ട്. സൂക്ഷ്മകലകൾ അഗ്നികല 10, സൂര്യകല 12, ചന്ദ്രകല 16. മനസ്സിന്റെ കലകള്, മന്ത്രോപാസനയിലെ കലകള്, ക്ഷേത്രദേവന്റെ കലകള്, അല്ലെ, അനുഗ്രഹകല, നിഗ്രഹകല, ഇങ്ങനെ തുടങ്ങി അനേകം കലകളുണ്ട്. എല്ലാ കലകളിലെയും ചേതനയ്ക്ക് ആധാരം അമ്മ തന്നെയാണ്. ഇപ്പൊ കലാനാഥ, എല്ലാ കലകൾക്കും നാഥയായിട്ടിരിക്കുന്നവൾ. കലാത്മികയും കലാനാഥയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാവ്യാലാപ വിനോദിനി, കാവ്യ ആലാപ വിനോദിനി, കാവ്യങ്ങള് ആലാപിക്കുന്നതിൽ വിനോദിക്കുന്നവൾ, അല്ലെ. അപ്പോ സ്മരണ ബഹുമാനശ്ച, അപ്പം ആ ഒരു ഹരിസ്മരണം വളരെ മാനങ്ങളുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ക്ഷേത്ര ദർശനം, സത്സംഗം ഇത്യാദി ഒട്ടേറെ മാനങ്ങള് സ്മരണയ്ക്കുണ്ട്. ബാഹ്യമായിട്ട് ഒന്നുമില്ലാതെ സദാ സ്മരണയിൽ വാഴുന്നവരുണ്ട്. ഇതുപോലെ ഒരു വഴിയാണ് കാവ്യം, നൃത്തം തുടങ്ങിയ കലകളുടേത്. ശ്രേഷ്ഠമാണെങ്കിൽ അവയും ഭഗവത് സ്മരണ ഉണർത്തുന്നതാണ്. സ ചാമര രമാവാണി, സവ്യദക്ഷിണ സേവിത. സ ചാമര, ചാമരത്തോടു കൂടിയ രമ, ഐശ്വര്യവും സമൃദ്ധിയും. വാണി, വാക്വഴിയുള്ള ജ്ഞാനം. സവ്യ, ഇടത്ത്, അപസവ്യ, വലത്ത്. അപ്പൊ വാക്ശക്തിയും ഐശ്വര്യശക്തിയും ഇടത്തും വലത്തും നിന്ന് ചാമരം വീശുന്നവളാണ് ദേവി, അല്ലെ. നമ്മൾ ഈ പടമാണ് ഒരുപാട് പടങ്ങളിൽ ലളിതാ ത്രിപുര സുന്ദരിയെ കാണുമ്പോൾ ലക്ഷ്മി, വാണി രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്ന് ദേവിയുടെ 2 കണ്ണുകളിൽ നിന്ന് വന്നതാണെന്ന് പറയണു. അതായത് ആ ഒരു ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ഭക്തിമാരാൽ ചാമരം വീശിക്കൊണ്ട് നിൽക്കുന്ന പടം വളരെ പ്രസിദ്ധമാണ്. എല്ലാരും ഒരുപാട് ലളിതാ ത്രിപുര സുന്ദരി അങ്ങനെയാണ് കാണുന്നത്. അപ്പോ കലാത്മികയായിരിക്കുന്ന ദേവി, കലകളുടെ ചൈതന്യമായവൾ, കലാരൂപിണി. അപ്പൊ ആ ഒരു കലാശബ്ദം നമ്മൾ കണ്ടു. സംഗീതം, സാഹിത്യം, ഇല്ലേ, 64 കലകളെ നമ്മൾ കണ്ടു. അപ്പോ ആ ഒരു അഗ്നികലകള്, സൂര്യകലകള് അതും നമ്മൾ എടുക്കണം. ജാഗ്രത അവസ്ഥയ്ക്ക് ഉത്പത്തി, ആ ഒരു എന്താ പറയാ, ബോധം, വ്യാവൃതി, ജാഗരം എന്നുള്ള 4 കലകളുണ്ട്. അവയും കലകളെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു എന്താ പറയാ, എല്ലാ കലകളുടെ രൂപത്തിലിരിക്കുന്നതും ദേവി തന്നെയാണ്. ആ ദേവി തന്നെ കലാത്മികയാണ്, കലകൾക്ക് നാഥയായിട്ട് ഇരിക്കുന്നവൾ. അപ്പോ എല്ലാ കലകൾക്കും നാഥയാണെന്ന് പറഞ്ഞാല് എല്ലാം അമ്മ തന്നെയാണെന്ന് അർത്ഥം. അപ്പൊ മുൻനാമത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ച കലാവിഭാഗങ്ങൾ പരിശോധിച്ചാല് 2 വിഭാഗത്തിലും പെടുന്നതാണെന്ന് കാണാം. അപ്പൊ എന്താണ് ഈ കലകളുടെ പ്രാധാന്യം? ആഹ്ലാദിപ്പിക്കുക, അല്ലെ. ആ സ്വഭാവത്തെ നോക്കിക്കഴിഞ്ഞാൽ ആഹ്ലാദകാരിത്വമാണ്. ആ ഒരു യുക്തിക്ക് ചേരുന്ന മാനദണ്ഡങ്ങൾ ഇല്ലെന്ന് കാണാം. അപ്പൊ ലോകമാതാവിന്റെ വിഭൂതികളുടെ സ്പർശം ഉണ്ടാകുമ്പോൾ ആഹ്ലാദദായകത്വം ഉണ്ടാകണു, അല്ലെ, മനസ്സിൽ ആനന്ദം ഉണ്ടാകണു. അതിനാൽ ദേവിയുടെ കലാനാഥയായിട്ട് സ്തുതിക്കണു. അപ്പൊ 2ാമത്തെ വിഭാഗത്തിലെ കല അംശമാണ്. അംശത്തിന്റെ ഗുണങ്ങള് അംശയിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ കലാനാഥയായിരിക്കുന്ന ദേവിയുടെ അംശങ്ങൾ തന്നെയാണ് കലകള്. അപ്പോ അംശി ആരാണ്? ദേവി തന്നെ.
കാവ്യങ്ങൾ ആലാപനം ചെയ്തതുകൊണ്ട് വിനോദിക്കുന്നവളാണ്. അപ്പൊ എല്ലാം നമുക്കറിയാം, ദേവീ പൂജകളെല്ലാം സമാപ്തമാവുമ്പോൾ പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസനയിലെ പാട്ട്, നൃത്തമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ കാവ്യ ശബ്ദം കൊണ്ട് പുരാണങ്ങള്, ഇതിഹാസങ്ങള്, രൂപകങ്ങള്, ശ്ലോകങ്ങള് എല്ലാ സാഹിത്യ വിഭാഗത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവയുടെ ആലാപനം, അത് കേൾക്കാനും അവയെ ആലപിക്കാനും ദേവിക്ക് താല്പര്യമുണ്ടെന്ന് ഈ നാമം പറയുന്നു. അപ്പോ സ ചാമര രമാവാണി, സ ചാമരങ്ങളായ രമാവാണി എന്നിവരാൽ സവ്യ ദക്ഷിണ ഭാഗങ്ങളിൽ സേവിക്കപ്പെടുന്നവൾ. എപ്പോഴും ദേവിയെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ കാമാക്ഷി എന്ന നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ ദേവിയുടെ കടാക്ഷത്തിൽ നിന്ന് ലക്ഷ്മിയും സരസ്വതിയും ജനിച്ച കഥയുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ഗംഗ, യമുന എന്നീ ഒരു ദേവിയിൽ നിന്ന് ചാമരം വാങ്ങിയെന്നും ദേവിയെ വീശിയതായിട്ടും ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പോ അതായത് ഗംഗ, യമുന ഇവരുടെ കയ്യിൽ നിന്ന് ചാമരങ്ങൾ വാങ്ങി വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചിട്ടുള്ള കിങ്കിണികൾ അണഞ്ഞിട്ടുള്ള അവരുടെ കൈകൾ കൊണ്ട് ഭാരതിയും ശ്രീ മഹാലക്ഷ്മിയും വീശിക്കൊണ്ട് ദേവിയെ സേവിച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ദേവി ഉപാസകന് ഐശ്വര്യവും കലാസിദ്ധികളും എല്ലാം കിട്ടും എന്നർത്ഥം. അപ്പോ ഐശ്വര്യ ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയും കലാദേവതയായിരിക്കുന്ന സരസ്വതിയും ചാമര ഹസ്തങ്ങളായിട്ട് ജഗദംബിയെ പരിചരിച്ചുകൊണ്ടിരിക്കണു. അപ്പൊ അംബികയുടെ കാരുണ്യത്തിന് വിധേയനായ ഭക്തൻ അമ്മയുടെ പരിചാരകരുടെ സവിശേഷ അനുഗ്രഹം സ്വാഭാവികമായും ലഭിക്കുമെന്നർത്ഥം. അപ്പോ സൗന്ദര്യ ലഹരിയില് ഭഗവത്പാദര് പറയുന്നുണ്ട്, അല്ലയോ ലോകമാതാവേ, നിൻ തിരുവടിയുടെ ഉപാസകൻ ബ്രഹ്മദേവനോടും വിഷ്ണു ഭഗവാനോടും മത്സരിക്കുന്നവനായിട്ട് സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് വിഹരിക്കുന്നു. അതിസുന്ദരമായ ശരീരത്താൽ രതീദേവിയുടെ പാതിവൃത്യ നിഷ്ഠയെ ദുർബലമാക്കുന്നു. ജീവാത്മാവിന്റെ അവിദ്യാബന്ധം ഛേദിച്ച് അനവധി കാലം ജീവിച്ച് ഒരു പരാനന്ദത്തില്, അതായത് പരാനന്ദം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സുഖത്തെ അനുഭവിക്കുന്നു. അപ്പോ ദേവിയെ പൂജിച്ചാൽ എന്തൊക്കെയാ? എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം കിട്ടുന്ന അർത്ഥം. ആദിശക്തി രമേയ ആത്മ പരമ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ. ആദിശക്തി സൃഷ്ടിക്ക് മുമ്പുള്ള ശക്തി. അമേയ എന്ന് പറഞ്ഞാൽ മേയ അളക്കാവുന്നത്, അമേയ അളക്കാൻ പറ്റാത്തത്. ആ നാമം കുറച്ച് വലിയ നാമാണ്. അത് പിരിച്ചു പറയുമ്പോൾ ആദിശക്തി, അമേയ, ആത്മ, പരമ, പാവനാകൃതി. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന്റെ ഉള്ളില് പരമാത്മാവായിട്ട് വസിക്കുന്നവൾ. ഇപ്പൊ പരബ്രഹ്മമായവൾ. പാവനാകൃതി, ആകൃതി കൊണ്ട് പരിസരത്തെ പാവനമാക്കുന്നവൾ. ദേവീ രൂപങ്ങളെല്ലാം തന്നെ അവയിൽ നിന്ന് പുറപ്പെടുന്ന സൂക്ഷ്മ രശ്മികൾ കൊണ്ട് ചുറ്റുപാടിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നവയാണ്. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച അല്ലയോ ദേവി. അങ്ങനെ സൃഷ്ടിച്ചാൽ ആ ശരീരം എന്താണ്? ദിവ്യ വിഗ്രഹ, ദിവ്യ ബിംബമുള്ളവൾ. അപ്പോ ഈ ലക്ഷ്മി സരസ്വതി ആയിട്ട് അവര് നിൽക്കുമ്പോ തന്നെ ഈ പ്രപഞ്ച സൗന്ദര്യവും പ്രപഞ്ചത്തിന്റെ വിദ്യ എല്ലാം ദേവിയെ സേവിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ദേവി ആരാണെന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരാണ് ആദിശക്തിയാണ് ദേവി. ആദിശക്തി സർവ പ്രപഞ്ചങ്ങൾക്കും ഉത്പാദകമായിരിക്കുന്ന അല്ലെങ്കിൽ ഉത്പാദകയായിരിക്കുന്ന ആദിശക്തി. ആദി എന്നുള്ള പദത്തിന് മുഖ്യം അല്ലെങ്കിൽ കാരണഭൂതം എന്നാണ് അർത്ഥം. അപ്പൊ ആ ചരവും അചരവുമായിരിക്കുന്ന എല്ലാത്തിനും ഒരു പ്രവർത്തിക്കുന്ന ശക്തി എന്ന നിലയ്ക്ക് ശക്തികളിലെ മുഖ്യ തത്വം ദേവി തന്നെയാണ്. ആ ദേവിയിൽ ഉണ്ടായവയാണ് ശക്തികളിൽ ആദ്യ സ്ഥാനം കൽപ്പിച്ചിരിക്കുകയാണ്. അമേയ, അളന്ന് അറിയാൻ ഒരിക്കലും അമ്മയെ പറ്റില്ല. ദേവി സൃഷ്ടിച്ച പ്രപഞ്ചങ്ങളിലെ വസ്തുക്കളും വ്യാപാരങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള തോതുകൾ കൊണ്ട് അളക്കാൻ കഴിയുന്നവയല്ല. ഇനിയിപ്പോ നമുക്ക് പ്രാപഞ്ചികമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് കനം, പൊക്കം, നീളം, വേഗം എന്നിങ്ങനെയൊക്കെ എന്താ പറയാ അളക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ എല്ലാത്തിനും ആദി കാരണമായിരിക്കുന്ന ആ ശക്തി രൂപമോ ഗുണമോ കാലമോ വ്യാപാരമോ എങ്ങനെയാണെന്ന് പോലും ഗണിക്കാൻ ആകാത്തിരിക്കുന്ന ഒരു പരയായിരിക്കുന്ന ശക്തി അമേയാണ്. ആത്മാന്ന് പറഞ്ഞാല് ജീവസ്വരൂപത്തിലും പരമാത്മാ സ്വരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ആത്മശബ്ദം ബ്രഹ്മത്തെ കുറിക്കുകയാണ്. അപ്പൊ ജീവാത്മാവും പരമാത്മാവുമായിട്ട് വർത്തിക്കുന്ന പരബ്രഹ്മ സ്വരൂപിണിയാണ് അല്ലേ. അപ്പോ എന്താ പറയാ, ആത്മശബ്ദം ശരീരത്തെ കുറിക്കുന്നു എന്ന് വ്യാഖ്യാനമുണ്ട്. അപ്പോ
ഗൗരി രൂപാണി സർവാണി ശരീരാണി ശരീരിണം ശരീരണസ്ഥ സർവ ശങ്കരാംശ വ്യവസ്ഥിത എന്ന് ആ ഒരു വാസിഷ്ഠ രാമായണം പറയുന്നുണ്ട്. ആത്മശബ്ദത്തിന് നാനാർത്ഥകമാണ്. മുമ്പ് സൂചിപ്പിച്ചവ കൂടാതെ മുഖ്യമായ അംശം, പ്രകൃതി, പ്രയത്നം, മനസ്സ്, ബുദ്ധി, അറിവ്, ധൈര്യം, സൂര്യൻ, അഗ്നി എന്നീ അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഖ്യ അംശമായിട്ടിരിക്കുന്നവൾ, പ്രകൃതി സ്വരൂപിണി അല്ലെ, ആ ഒരു പ്രയത്ന സ്വരൂപമായിട്ട് വർത്തിക്കുന്നവൾ, വായു സ്വരൂപത്തില് ലോകത്തിന്റെ പ്രാണനായിട്ടിരിക്കുന്നവൾ, മനോരൂപിണി, ബുദ്ധിരൂപിണി, ജ്ഞാനരൂപിണി, ധൈര്യരൂപിണി, സൂര്യാഗ്നി രൂപിണി, ഇങ്ങനെ ഏത് അർത്ഥമെടുത്താലും ഇവിടെ ശരിയാണ് ഈ വ്യാഖ്യാനം. പരമ സർവശ്രേഷ്ഠയാണ് ദേവി അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടവൾ, പരം മാത. അപ്പോ ആ ഒരു എന്താ പറയാ, അതായത് പരനെ അളക്കുന്നത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പരമ്പൊരുളായിരിക്കുന്ന പരമ്പൊരുളിനെ അളവ് തൂക്കി നമുക്ക് എന്താ പറയാ കൊടുപ്പവൾ എന്ന് തമിഴില് പറയാറുണ്ട്. അപ്പൊ പരബ്രഹ്മ മഹിഷി, പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന കാമേശ്വരന് പത്നിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ പരസ്യമാ എന്ന അർത്ഥത്തില് നമ്മൾ അത് പിരിക്കണം. പരൻ എന്ന ശബ്ദത്തിന് പരബ്രഹ്മത്തിന് പുറമെ ആ ഒരു ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദികള് അതിനെ വേണമെങ്കിൽ നമുക്ക് അവരെ കുറിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി, സരസ്വതി, ഗൗരി എന്നുള്ള നാമത്തെ നമ്മൾ എടുക്കാം. ഇപ്പം സൗന്ദര്യ ലഹരിയിലെ പരബ്രഹ്മ രൂപിയായിരിക്കുന്ന പരമശിവന്റെ പട്ടമഹിഷിയായിരിക്കുന്ന അല്ലയോ ദേവി, നീൻ തിരുവടിയുടെ ആ ഒരു ആഗമ വിത്തുക്കളായ ഋഷിമാര് ബ്രഹ്മപത്നിയായിരിക്കുന്ന സരസ്വതി ദേവിയെന്നും വിഷ്ണുപത്നിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയെന്നും ഹര സഹചരിയായിരിക്കുന്ന പാർവതി ദേവിയെന്നും പറയുന്നു. നിൻ തിരുവടിയാകട്ടെ അറിയാൻ സാധ്യമല്ലാത്ത അപാര മഹിമയോടുകൂടിയവളും അനിർവചനീയായിട്ടും ത്രിമൂർത്തി ശക്തികൾക്ക് മൂല കാരണഭൂതിയായിട്ടും മഹാമായ സ്വരൂപിണിയായ തുരീയ ശക്തിയാകുന്നു. അപ്പൊ നിൻ തിരുവടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുന്നു. തുരീയ കാപിത്വം ദുരധിഗമയ നിസ്സീമ മഹിമ മഹാമായ വിശ്വം ഭ്രമേതി പരബ്രഹ്മ മഹിഷി അല്ലെ. ഇപ്പൊ വളരെ മനോഹരമായിരിക്കുന്ന വാക്കാണ്. അപ്പൊ ദേവി പാവനാകൃതിയും കൂടെയാണ്. അപ്പൊ പാവനമായിരിക്കുന്ന ആകൃതിയോട് കൂടിയവളാണ് പാവനാകൃതി. പാവനം എന്നുള്ള പദത്തിന് പരിശുദ്ധമായത്, പാപരഹിതമായത്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ദേവീ രൂപം ധ്യാനിക്കല്, ആ ഒരു ചരിത്രം ശ്രവിക്കുക, ദേവീപരമായിരിക്കുന്ന ജ്ഞാനം നേടല് എല്ലാം തന്നെ പാപഹരമാണ്, ജ്ഞാനദായകവുമാണ്. അതുകൊണ്ട് പാവനാകൃതി. ഇപ്പൊ പാവനം എന്ന പദത്തിന് അഗ്നി, ജലം, പശുവിന്റെ ചാണകം, രുദ്രാക്ഷം എന്നുള്ള അർത്ഥങ്ങള് പാപങ്ങളെയും മാലിന്യങ്ങളെയും നശിപ്പിക്കുന്ന സ്വഭാവം ഈ 4 വസ്തുക്കൾക്കും ഉണ്ട്. അപ്പൊ ദേവ്യാംശം ഉള്ളത് കൊണ്ട് ഇവയ്ക്ക് ആ ഒരു പാവനമാക്കാനുള്ള ശക്തി ഉണ്ടായി. അപ്പൊ അഗ്നിരൂപിണിയായിരിക്കുന്നവൾ, ജലരൂപിണിയായിരിക്കുന്നവൾ, പശുവിന്റെ ചാണകം, രുദ്രാക്ഷമായിട്ട് രൂപമെടുത്തവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. പാവനം എന്ന പദത്തില് തപസ് എന്ന അർത്ഥമുണ്ട്. തപസ്സുകളില് തപസ്സായിട്ട് നിലനിൽക്കുന്നത് അമ്മ തന്നെയാണെന്ന് നമുക്ക് എടുക്കാം. അപ്പോ അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവൾ അല്ലെ. ഒരു സൂര്യനും സൂര്യനെ ചുറ്റിയുള്ള ആ ഗ്രഹങ്ങളും ഗ്രഹ നക്ഷത്ര സമൂഹവും ചേർന്നുള്ള ഗോളമണ്ഡലത്തെയാണ് നമ്മൾ സാധാരണയായിട്ട് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ അല്പമാത്രമായിരിക്കുന്ന ഒരു അംശമാണ് ഭൂമി. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം ജനനി ആരാണ്? സാക്ഷാൽ ലളിതാംബികയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വിഗ്രഹം, അതായത് രൂപം എന്താണ്? ദിവ്യ വിഗ്രഹ. അപ്പൊ ദിവ്യമായ വിഗ്രഹത്തോട് കൂടിയവളാണ്. ദിവ്യം എന്ന പദത്തിന് ദിവത്തെ, അതായത് സ്വർഗത്തെ, ആകാശത്തെ സംബന്ധിച്ചെന്നൊക്കെ അർത്ഥമുണ്ട്. അത്ഭുതകരമായിരിക്കുന്നത്, പ്രകാശമാനമായിരിക്കുന്നത്, ഭംഗിയുള്ളത് അല്ലെ. ഇപ്പം വിഗ്രഹം എന്ന പദത്തിന് ശരീരം, ശരീരമെന്നും യുദ്ധം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇവയെ ആധാരമാക്കി ഈ നാമത്തെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പ്രകാശമാനമായിരിക്കുന്ന അഴകുള്ള ശരീരമുള്ളവൾ, സർവാംഗ സുന്ദരി എന്ന ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണനയിൽ വ്യാഖ്യാനമുണ്ട്. അപ്പൊ അത്ഭുതകരമായിരിക്കുന്ന യുദ്ധ രീതികളുള്ളവൾ, ആകാശത്തു നിന്ന് യുദ്ധം ചെയ്യുന്നവളെന്നും വ്യാഖ്യാനമുണ്ട്. ദേവി മഹാത്മ്യത്തിലെ ദേവി ശുംഭനുമായിട്ടുള്ള യുദ്ധത്തില് എന്താ പറയാ, ദേവി ആ ഒരു നിരാധാരമായിട്ട് ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്തതായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോ ആ ആയുധങ്ങളൊന്നുമില്ലാതെ തന്നെ എന്താ പറയാ ദേവിക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. എവിടെ? ആകാശത്ത് വെച്ച്. അപ്പൊ അത്രയും ഉയർന്ന തലത്തിലുള്ള യുദ്ധ നൈപുണ്യമുള്ളവൾ, ദിവ്യമായ ബിംബമുള്ളവൾ,
ക്ലീംകാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുര ത്രിജഗത് വന്ധ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി. ക്ലീംകാരി കാമബീജമായിരിക്കുന്ന ക്ലീം എന്ന മന്ത്രത്തെ സൃഷ്ടിച്ചവൾ, കേവല പൂർണ്ണമായിട്ട് തനിമയായിട്ട് നിലകൊള്ളുന്നവൾ, ഗുഹ്യ നിഗൂഢമായിട്ട് അറിയപ്പെടാനാകാത്തവളായിട്ട് വാഴുന്നവൾ, കൈവല്യ പദദായിനി അല്ലെ, അത് ദേവിക്ക് മാത്രമുള്ള പദമാണ്. കൈവല്യ പദദായിനി, കൈവല്യം മോക്ഷപദത്തെ കൊടുക്കാനുള്ള അവസ്ഥ, അത് കൊടുക്കാൻ കഴിവുള്ളവൾ, ദായിനി നൽകുന്നവൾ, മോക്ഷം നൽകുന്നവൾ എന്നർത്ഥം. ത്രിപുര മൂന്നവസ്ഥകൾ അല്ലെ, സൃഷ്ടി സ്ഥിതി സംഹാരം, പുര മുന്നേ. അപ്പൊ ഈ മൂന്നിനും മുന്നേ ഉള്ളവൾ, മൂന്ന് പുരങ്ങള്, സൃഷ്ടി സമഷ്ടി ബിന്ദു ശ്രീചക്രം നോക്കിയാൽ നമുക്ക് കാണാതെ. ത്രിജഗത് വന്ധ്യ മൂന്ന് ലോകങ്ങളും വന്ദിക്കുന്നവൾ, ത്രിമൂർത്തി സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ മൂന്നിനെയും സൂചിപ്പിക്കുന്ന മൂർത്തികൾ ചേർന്ന് ഒന്നായിട്ടിരിക്കുന്നവൾ. അവ മൂന്നും പരബ്രഹ്മത്തിന്റെ മൂന്ന് ഭാവങ്ങളാണ്. അപ്പൊ ദേവി പരബ്രഹ്മം തന്നെയാണ് അല്ലെ. അപ്പൊ ത്രിദശേശ്വരി, ത്രിദശക്കും ഈശ്വരിയായിട്ടുള്ളവൾ, ത്രിദശന്മാർക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. ത്രിദശന്മാരെന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ദശയിൽ മാത്രം വാഴുന്നവര്, ദേവന്മാര്. ജീവിതത്തിലെ ബാല്യം, കൗമാരം, യൗവനം എന്നീ മൂന്ന് ദശകളിലെ യൗവനം മാത്രമേ ദേവന്മാർക്കുള്ളൂ. ഈ മൂന്ന് ദശകളെയും നിയന്ത്രിക്കുന്നവൾ എന്ന് അർത്ഥമുണ്ട്. അപ്പോ ക്ലീംകാരി, അപ്പോ ക്ലീംകാരത്തിന്റെ അതായത് മഹാകാമേശ്വരന്റെ പത്നിയായിട്ടിരിക്കുന്ന ക്ലീം എന്ന കാമരാജ ബീജ രൂപമായിരിക്കുന്ന മന്ത്രാക്ഷരമാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഇത് കൂടുതൽ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. കാരണം ക്ലീംകാര സ്വരൂപമായവളെന്നും ക്ലീംകാരത്തെ ചെയ്യുന്നവളെന്നും നമുക്ക് അർത്ഥം എടുക്കാം. കേവല എന്ന് പറഞ്ഞാൽ ഒറ്റയായിട്ടിരിക്കുന്നവൾ, മറ്റൊന്നിനോട് ചേരാത്തവൾ, പൂർണ്ണയായിട്ടിരിക്കുന്നവൾ അല്ലേ. അപ്പോ ആ ഒരു മറ്റൊന്നിനെ ആശ്രയിക്കാത്തവൾ, ആ ഒരു സ്വരൂപ ഗുണകർമാദികളായിരിക്കുന്ന ധർമ്മങ്ങളില്ലാത്തത് കൊണ്ടാണ് കേവല. കേവലം എന്ന പദത്തിന് മോക്ഷം എന്നും അർത്ഥമുണ്ട്. അപ്പൊ മോക്ഷദായിനിയായിരിക്കുന്ന ദേവി. ആത്മാവും പ്രകൃതിയും തമ്മിൽ അഭേദത്വം കൽപ്പിക്കുന്ന ഒരു സിദ്ധാന്തത്തിന് കേവല സംജ്ഞയുണ്ട്. ആ സിദ്ധാന്തം രൂപമായവൾ ശുദ്ധ ജ്ഞാനരൂപിണി എന്നും നമുക്ക് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അപ്പൊ കേവലം ആ ഒരു ജ്ഞാനഭേദസ്യാത് കേവലൈശ്ചൈക കൃഷ്ണയോ എന്ന് നിഘണ്ടു. ഇപ്പൊ ക്ലീംകാരി എന്ന നാമത്തിൽ പറഞ്ഞ ആ കാമരാജ ബീജമായിരിക്കുന്ന ക്ലീം എന്നതിലെ വ്യഞ്ജനാംശമായിരിക്കുന്ന ക ല എന്നിവയെ കൂടാത്ത അവസ്ഥ, അതായത് സ്വരൂപമായിരിക്കുന്നവൾ എന്ന് മന്ത്രപരമായിട്ടൊരു അർത്ഥം എടുക്കാം. അപ്പൊ കേവല കലാ സ്വരൂപമായിരിക്കുന്ന ഈംകാരം രൂപമായിരിക്കുന്നവൾ ഇല്ലേ. അപ്പൊ കേവല തുരീയ സ്വരൂപ കാമകല എന്ന് തമിഴ് വ്യാഖ്യാനമുണ്ട്. അപ്പോ ഈ കാമബീജം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ബീജമാണ് അല്ലേ. കാമകലാ സ്വരൂപമായിരിക്കുന്ന ബീജം, അത് ഉച്ചരിക്കുന്നത് കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയണം. അപ്പൊ മോക്ഷതമായിരിക്കുന്ന ഈംകാരം, ആ സ്വരൂപത്തോട് കൂടിയവൾ. ഗുഹ്യ, അപ്പൊ ഗുഹ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചിരിക്കുന്നവൾ അല്ലെ, ഒളിഞ്ഞിരിക്കുന്നവൾ. ഗുഹാം പ്രവിഷ്ട ഗുഹ്യ. അപ്പോ ആ ഒളിച്ചു വെക്കേണ്ടവൾ എന്നും നമുക്ക് വ്യാഖ്യാനം എടുക്കാം. ഈ പക്ഷത്തിലെ ദേവി ഉപാസനാപരമായിരിക്കുന്ന പല കർമ്മങ്ങളും രഹസ്യമായിട്ട് നടത്തണമെന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കണ്ടു അല്ലെ. അതാണ് വിശ്വാസം. അതിന്റെ പ്രതിഫലനമാണ് ഈ നാമം ഗുഹ്യ. ദേവി തന്ത്രങ്ങൾ അനവധിയുണ്ട്. അവയിൽ പലതും വേദബാഹ്യമാണെന്ന് വൈദികർ അധിക്ഷേപിക്കാറുണ്ട്. ആ പരമോത്കൃഷ്ടമായിരിക്കുന്ന ദേവി ഉപാസനയെ അല്പമായ സിദ്ധിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന താന്ത്രികർ പല കർമ്മങ്ങളും രഹസ്യമായിട്ട് ചെയ്യാറുണ്ട്. രഹസ്യമായി നടത്തപ്പെടേണ്ട സത്കർമ്മങ്ങളും ഉണ്ട്. രഹസ്തർപ്പണ തർപ്പിത എന്നൊരു നാമം നമ്മൾ കണ്ടു ഇല്ലേ. അപ്പൊ ഒളിച്ചു വെക്കേണ്ടവൾ എന്ന അർത്ഥം. ഈ സ്ഥിതിയില് ഈ ഗുഹ്യ എന്ന് പറഞ്ഞ നാമത്തിന് നമുക്ക് ആ അർത്ഥം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കൈവല്യ പദദായിനി. അപ്പൊ കൈവല്യ പദത്തെ ദാനം ചെയ്യുന്നവളാണ്. ഇത് ഒരുപാട് പ്രാവശ്യം അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ദേവി മുക്തി തരാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ അല്ലെ, സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. അപ്പൊ കൈവല്യം എന്ന് പറയുന്ന മോക്ഷം തരുന്നവൾ, പദത്തെയും ദാനം ചെയ്യാൻ കഴിവുള്ളവൾ. ഇവിടെ പദം എന്നതുകൊണ്ട് സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം എന്നീ പദവികൾ സൂചിതമാകുന്നുണ്ട്. അഞ്ചാമത്തതാണ് കൈവല്യം. അപ്പൊ ഭൗതിക അർത്ഥത്തിലെ ജീവിതകാലത്ത് ഉപാസകന് അയാൾ അഭിലഷിക്കുന്ന പദവി, അന്ത്യത്തിലെ കൈവല്യവും കൊടുക്കാൻ കഴിവുള്ളവൾ. അപ്പൊ ജീവിതത്തിൽ എന്താ
എല്ലാ ഐശ്വര്യങ്ങളും ഭോഗങ്ങളെല്ലാം കൊടുത്തിട്ട് അവസാനം ആ ഉപാസകന് മോക്ഷവും കൊടുക്കുന്നവളാണ് ദേവി, അല്ലെ? അപ്പൊ സംസാരികളും ആ ഒരു എന്താ ലൗകിക കാര്യങ്ങളിൽ വിരക്തി വരാത്തവരുമായിട്ടുള്ള ഉപാസകർക്ക് ഇത് വളരെ എന്താ പറയാ അനുഗ്രഹമാണ്. കാരണം ആ ഒരു എന്താ പറയാ ഉത്തമ ജ്ഞാനലബ്ധിയായിരിക്കുന്ന നിത്യാനന്ദമാണ് കൈവല്യം എന്ന് പറയുന്നത്. അത് കൈവല്യത്തെ ആ ഒരു കൈവല്യത്തെ മുക്തിയിൽ നിന്ന് ഭിന്നമായിട്ട് പറയാം. ആ ദേവിയാണ് നമ്മൾ എന്താ പറയണത്? ത്രിപുര. ത്രിമൂർത്തികളെക്കാൾ പുരാതനിയായിരിക്കുന്ന നാമം ത്രിപുര, ഇല്ലേ? മനസ്സ്, ബുദ്ധി, ചിത്തം എന്ന നാഡിത്രയത്തില് ആ പുരമാക്കിയവൾ, അവയിൽ വസിക്കുന്നവൾ എന്നും എടുക്കാം. അപ്പോ നാഡിത്രയം ത്രിപുര, സുഷുമ്ന, പിങ്കള, ഇട. അപ്പൊ ഈ ത്രിപുരാർണവ വാക്യത്തെ നമ്മൾ അവലംബിച്ച് സുഷുമ്ന, പിങ്കള, ഇട എന്നിവയിൽ വസിക്കുന്നവളെന്നും എടുക്കാം. അപ്പൊ ഇവിടെ ആത്യന്തികമായിട്ട് യാതൊരു അർത്ഥ വ്യത്യാസവും വരുന്നില്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു മനസ്സ്, ബുദ്ധി, ചിത്തം, ഇല്ലേ? പുരത്രയം. അപ്പൊ അവിടെ വസിക്കുന്നവൾ ത്രിപുര ദേവി. അപ്പോ ഈ ത്രികൂട എന്നുള്ള 588 നാമത്തിൽ പറഞ്ഞ പോലെ മൂന്നായുള്ള സമൂഹങ്ങളിൽ വിവരിക്കുന്ന എല്ലാം ദേവിയുടെ പുരങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോ സർവം ത്രയം യസ്മാത് ത്രിപുര എന്ന് ദേവിയെ പറയുന്നുണ്ട്. അപ്പൊ ത്രിപുര എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മൂന്നുണ്ടോ അതെല്ലാം ദേവിയാണ്. അപ്പൊ ജഗത് വന്ധ്യ, 3 ലോകങ്ങളെ ഉള്ളവരാൽ വന്ദിക്കപ്പെടുന്ന ജഗത്തുകള്, അല്ലെ? ഭൂമി, സ്വർഗ, പാതാളങ്ങള് എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ത്രിമൂർത്തി, ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന ത്രിമൂർത്തികളായവൾ. വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന 3 രൂപങ്ങൾ ധരിച്ചവൾ എന്നും, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് 3 രൂപം ധരിച്ചവൾ എന്നും, ബ്രഹ്മാണി, വൈഷ്ണവി, രുദ്രാണി എന്ന് 3 മൂർത്തികളായിട്ടിരിക്കുന്നവളെന്നും, ശ്വേതം, രക്തം, നീലം എന്ന് പറഞ്ഞാൽ ശ്യാമളവർണ്ണം, ഈ 3 വർണ്ണത്തിലുള്ള ശരീരം സ്വീകരിച്ചവളെന്നും നമുക്ക് എടുക്കാം. അപ്പോ ഈ 3.5 വയസ്സായ കന്യകയുടെ രൂപം ധരിച്ചവളെന്ന് അർത്ഥമുണ്ട്. കാരണം ത്രിമൂർത്തി ത്രിവർഷാസ്യാദ്, അല്ലേ? അപ്പൊ ആ ഒരു 3 വയസ്സായ കന്യകയുടെ രൂപമുള്ളവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ത്രിദശേശ്വരി, ഇപ്പൊ ത്രിദശന്മാർക്ക്, അതായത് ദേവന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവൾ, 3 ദശകൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ എന്നർത്ഥം. ഈ പക്ഷത്തില് 3 ദശകൾ പല വിധത്തിൽ പറയുന്നുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നുള്ള 3 ദശകള് ഈശ്വരി എന്നും, ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നുള്ള 3 ദശകൾക്ക് ഈശ്വരി എന്നും, ആ ഒരു ത്രിയുക്ത ദശാനാമം പിരിച്ച 3 വിശ്വദേവതകൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവളെന്നും നമുക്ക് പറയാം. ത്രയാക്ഷരി, ഇപ്പൊ 3 അക്ഷരങ്ങൾ ചേർന്നതാണ്. അടുത്ത നാമങ്ങള് ചേർന്ന് വരുന്ന നാമങ്ങള് ത്രയക്ഷരി, ദിവ്യഗന്ധാഢ്യ, സിന്ദൂര തിലകാഞ്ചിത, ഉമ, ശൈലേന്ദ്ര തനയ, ഗൗരി, ഗന്ധർവ സേവിത. അപ്പൊ ത്രയക്ഷരി, അപ്പൊ ഇതെല്ലാം ഈ 3 എന്നുള്ള പദങ്ങൾ ചേർന്ന് വരികയാണ്, അല്ലെ? അക്ഷരി, എന്ന് പറഞ്ഞാൽ 3 അക്ഷരം, നശിക്കാത്ത അകാര, ഉകാരം, അകാരം ചേർന്ന ഓം കൊണ്ട് വിളിക്കപ്പെടുന്നവൾ. ദിവ്യഗന്ധാഢ്യ, ദിവ്യഗന്ധ ആഢ്യ, ദിവ്യമായ ഗന്ധം വരുത്തുന്നവളായിട്ട് യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. സിന്ദൂര തിലകാഞ്ചിത, സിന്ദൂര തിലകം അഞ്ചിത, സിന്ദൂര തിലകം കൊണ്ട് ശോഭിക്കുന്നവൾ, അല്ലെ? യോഗികൾക്ക് ഇതെല്ലാം യോഗി ദർശനങ്ങളാണ്. ഉമ എന്ന് പറഞ്ഞാൽ കീർത്തിക്ക് ആധാരമായവൾ. ഉമ എന്ന് പറഞ്ഞാൽ കീർത്തി, ശോഭ എന്നൊക്കെയാണ് അർത്ഥം. ശൈലേന്ദ്ര തനയ, ശൈലേന്ദ്രൻ ആരാണ്? ശൈലങ്ങളിലെ ഇന്ദ്രനായിരിക്കുന്ന ഹിമവാൻ, ഹിമവത് ഭൂമി ഭരിച്ചിരുന്ന ഹിമവാൻ, ആ രാജാവ്. തനയ, മകള്. ഇപ്പൊ ഹിമവാന് മകളായിട്ട് പാർവതിയായിട്ട് അവതാരം എടുത്തവൾ. ഗൗരി എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളവളായിട്ട് യോഗികൾക്ക് പ്രത്യക്ഷപ്പെടുന്നവൾ. ഗൗരി എന്ന് പറഞ്ഞാൽ വെളുത്തവൾ എന്ന് തന്നെയാണ്. ഗന്ധർവ സേവിത, അതായത് ഗാനവിദ്യ പ്രവീണരാൽ സേവിക്കപ്പെടുന്നവൾ. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സംഗീത നിപുണൻ, ഗന്ധർവ വിദ്യ എന്ന് പറഞ്ഞാൽ സംഗീത ശാസ്ത്രം. അപ്പോ ത്രയക്ഷരി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു 3 അക്ഷര രൂപ ഉള്ളവൾ. അപ്പം നമ്മൾ എപ്പോഴും ആലോചിച്ചോളണം, 3 അക്ഷരം എന്താണ്? അകാര, ഉകാരം, അകാരങ്ങൾ തന്നെയാണ്, അല്ലെ? ഓംകാര സ്വരൂപിണി, വാഗ്ബീജം, കാമബീജം, ശക്തിബീജം എന്ന കൂടിച്ചേർന്ന രൂപമുള്ളവൾ, അല്ലെ? വാക്ശക്തി ജ്ഞാനരൂപിണി, വാഗ്ഭവേ മോക്ഷരൂപിണി, കാമരാജേ ക്രിയാശക്തി, കാമേശി കാമരൂപിണി,
ശക്തിബീജേ പരാശക്തി ശൈവ ശിവരൂപിണി ഏവം ദേവി ത്രയക്ഷരീത് മഹാത്രിപുര സുന്ദരി. ഇപ്പൊ ബാലാമന്ത്രരൂപിണി എന്ന് തമിഴ് വ്യാഖ്യാനമുണ്ട് അല്ലെ. ബാലയ്ക്ക് 3 അക്ഷരമാണ്, ആ 3 അക്ഷരവും ദേവിയാണെന്ന് പറയണു. ഇപ്പൊ 3 അക്ഷരമുള്ള എല്ലാ മന്ത്രങ്ങളും ദേവി സ്വരൂപമാണ്. അതെല്ലാം ദേവിയെ തന്നെയാണ് കുറിക്കുന്നത്. ആ ഹരിചന്ദനാദികളായിരിക്കുന്ന ദിവ്യ ഗന്ധങ്ങളുടെ പരിമളം കൊണ്ട് ആഠ്യായിരിക്കുന്ന ദേവി ദിവ്യ ഗന്ധാഢ്യാണ്. ദിവ്യ ഗന്ധം എന്ന് പറഞ്ഞാല് ദേവിയുടെ ശരീരത്തിന് സ്വാഭാവികമാണെന്നും ഹരിചന്ദനാദി സുഗന്ധ ദ്രവ്യങ്ങൾ ചേർന്ന കുറിക്കൂട്ടുകള് അവ അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ദേവി അണിയുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ആ ഒരു എന്താ പറയാ, സ്വർഗത്തിൽ ഉണ്ടാകുന്ന ചേതനാത്മക പദാർത്ഥങ്ങളുടെ സമൂഹങ്ങളുടെ സംബന്ധം കൊണ്ട് പരിപൂർണമായവൾ. അപ്പൊ അടുത്ത നാമത്തിന്റെ അർത്ഥവുമായിട്ട് ചേരുമ്പോൾ ആ സുഗന്ധിയായ ദിവ്യ ഗന്ധങ്ങൾ കൊണ്ട് നിർമ്മിച്ച കുറിക്കൂട്ടുകൾ അണിഞ്ഞവൾ എന്നതാണ് യോജിക്കുന്നത് അല്ലെ. അടുത്ത നാമം എന്താ? സിന്ദൂര തിലകാഞ്ചിത. സിന്ദൂര തിലകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ. സിന്ദൂര ശബ്ദം ഗോരോചനയായിട്ടും പറയുന്നുണ്ട്. ഗോരോചനം കൊണ്ട് തിലകം. ഇപ്പൊ സിന്ദൂരം എന്നതിന് ആന, സ്ത്രീ എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഗജങ്ങളാൽ ചുറ്റപ്പെട്ടവൾ, ഗജഗാമിനി മാരായ ശ്രേഷ്ഠ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളെന്നും ആ ഒരു ഗജങ്ങളാലോ സ്ത്രീകളാലോ ആരാധിക്കപ്പെടുന്നവൾ അല്ലെ. ഇപ്പൊ തിലക ശബ്ദത്തിന് അളകം, കുറുനിര എന്നും അർത്ഥമുണ്ട്. ഈ പക്ഷത്തില് സിന്ദൂരം കൊണ്ട് നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂര തിലകം അല്ലെ. ആ ഒരു കുറുനിരകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന മുഖം അല്ലെ. ദേവിയുടെ സൗന്ദര്യത്തെ എന്തൊക്കെയാണ് ദേവിയുടെ സൗന്ദര്യം? ഈ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടൊന്നും കൂട്ടാൻ പറ്റുന്ന അല്ലെ. അത് നിജമായിരിക്കുന്ന സൗന്ദര്യമാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല ദേവിക്കെങ്കിലും ഇതെല്ലാം ദേവിയുടെ മുഖത്ത് കാണുമ്പോൾ അത് അതിമനോഹരമായിട്ടിരിക്കണു. അപ്പൊ ഉമ പാർവതി ദേവി ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചു. ദേവി ശിവനെ ഭർത്താവായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യാൻ തുടങ്ങി. ബാലികയായിരിക്കുന്ന ദേവി അല്ലെ, ബാലികയായ ദേവി നീ തപസ് ചെയ്യരുതെന്ന് അമ്മ വിലക്കി. അപ്പൊ ഊ എന്ന സംബോധനയും മാ എന്ന നിഷേധത്വവും അമ്മയുടെ വാക്കിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് ദേവിക്ക് ഊ എന്ന് പറഞ്ഞാൽ അല്ലയോ, മാ എന്ന് പറഞ്ഞാൽ അരുത്. അപ്പൊ ദേവിക്ക് ഉമ എന്നുള്ള പേരുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഊ എന്നതിന് പരമശിവൻ എന്നർത്ഥം. ആ ഒരു മാ എന്നത് ലക്ഷ്മിയുടെ പര്യായമാണ്. ഉമ എന്നതിന് പരമശിവന്റെ ലക്ഷ്മി എന്നർത്ഥം. അപ്പൊ ആ ഒരു ലക്ഷണയായ പരമശിവ പത്നി, ശിവശക്തി അല്ലെ. അപ്പോ ഓം എന്നത് ആ ഒരു മാനം ചെയ്യുന്നവൾ. അപ്പം എന്താ പറയാ, എന്ന് പറഞ്ഞാല് പരമശിവം മാതി. അപ്പോ ശരിക്കും പറഞ്ഞാല് ഭാസ്കരരായർ ഇങ്ങനെ പരമശിവനെ അളക്കുന്നവൾ എന്നൊരു അർത്ഥത്തില് ഭാസ്കരരായർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ എന്നുള്ള ശബ്ദത്തിന് അതസി എന്നും അർത്ഥമുണ്ട്. അതസി പൂവ് ശിവലിംഗത്തിൽ ചാർത്തുന്നത് ശിവപ്രീതികരമാണെന്ന് പറയണു. അപ്പൊ ആ ഒരു അതസി രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഉമ എന്നുള്ള പദത്തിന് പ്രകാശം, കീർത്തി, ശാന്തി, രാത്രി, മഞ്ഞൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ ക്രമത്തില് പ്രകാശരൂപിണി, കീർത്തി സ്വരൂപിണി, ശാന്തി രൂപിണി, കാളരാത്രി സ്വരൂപിണി, ഹരിദ്രാവർണ്ണമുള്ളവൾ, മഞ്ഞ നിറമുള്ളവൾ എന്നും എടുക്കാം. അപ്പൊ ഊ എന്നതിന് ഉത്തമമെന്നും മാ എന്നതിന് ചിത്തവൃത്തി എന്നുണ്ട്. ഉമ എന്ന് ചേർക്കുമ്പോൾ ഉത്തമമായിരിക്കുന്ന ചിത്തവൃത്തിയോട് കൂടിയവൾ. അപ്പൊ ഉമ എന്നത് ദേവി പ്രണവമായിട്ടും പറയുന്നുണ്ട്. കാരണം വളരെ ഉയർന്ന ദേവിയുടെ നാമമാണ് ഉമ. അപ്പൊ ദേവി പ്രണവമാണ് ആചാര്യന്മാര് പറയുന്നത്. ഓംകാര സാമശക്തി ത്വാതുമേതി പരികീർത്തിത എന്ന് ആ ഒരു എന്താ പറയാ, ആ ഒരു ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട്. ശ്രീ പരമേശ്വരൻ പറയുന്നതായിട്ട്. അതായത് ഉമ എന്നുള്ള നാമം ഹ്രീംകാരം എന്ന് പറയുന്ന പോലെ ശക്തി പ്രണവം തന്നെയാണെന്ന് പറയുന്നുണ്ട്. മന്ത്രതന്ത്ര വ്യാഖ്യാനങ്ങളിൽ ഉമ എന്നുള്ള പദത്തിന് നിരവധി വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാർ കൊടുക്കുന്നുണ്ട്. അത് എന്താ പറയാ, അതിന്റെ ഉച്ചാരണം സർവപാപഹരമാണ്, സർവസിദ്ധികരമാണ്, മന്ത്രോദ്ധാര ശക്തിയുള്ള നാമമാണ് ഉമ എന്നുള്ളത് ഇല്ലേ. അപ്പൊ അകാരോ കകാരോ മകാരോ മദീയ പ്രണവേ സ്ഥിത ഉകാരം ച മകാരം ച അകാരം ച ക്രമേരിതം ത്വദീയം പ്രണവം വിദ്ധി ത്രിമാത്രം പ്ലുതം ഉത്തമം. അപ്പൊ ഈ അകാരം അകാരങ്ങൾ ചേർന്ന എന്താ പ്രണവം തന്നെയാണ് ഇല്ലേ. അപ്പം ഉമ എന്ന് പറയുന്നത് ഒരു മന്ത്രസ്വരൂപമാണെന്നും പറയുന്നു. ശൈലേന്ദ്ര തനയ ഗൗരി ഗന്ധർവ സേവിത, ശൈലേന്ദ്രനായിരിക്കുന്ന പർവ്വതരാജനായിരിക്കുന്ന ഹിമവാന്റെ
അതായത് ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിട്ട് ജനിച്ചു. ലോകമാതാവ് ദക്ഷ യാഗവേദിയിൽ ദേഹത്യാഗം ചെയ്ത ശേഷം ദേവകാര്യാർത്ഥം ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ച കഥ എല്ലാവർക്കും അറിയാം അല്ലെ. ആ അതുകൊണ്ടാണ് ദേവിക്ക് ശൈലേന്ദ്ര തനയാന്ന് പേര് വന്നത്. അപ്പൊ ഗൗരി, ഇപ്പൊ ഗൗരവർണ്ണത്തോട് കൂടിയവൾ, ഗൗര ശബ്ദം ആ ഒരു ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ, സ്വർണവർണ്ണം എല്ലാത്തിനെയും കുറിക്കുന്നുണ്ട്. അപ്പൊ ദേവിയെ ഈ വർണ്ണനകളിൽ എല്ലാം ആരാധിക്കാറുമുണ്ട്. ഇപ്പൊ പാർവതീപരമായിട്ട് വർണ്ണിക്കുമ്പോൾ അരുണവർണ്ണവും സ്വർണവർണ്ണവും തന്നെയാണ് അധികമായിട്ട് പ്രയോഗിക്കുന്നത്. പാർവതി ദേവി ഗൗരിയായി തീർന്ന കഥ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പാർവതി കൃഷ്ണവർണ്ണമായിരുന്ന ഒരിക്കൽ ശിവൻ ദേവിയെ രണ്ടു തവണ കാളി എന്ന് വിളിച്ചു. തന്റെ നിറത്തെ പരിഹസിച്ചെന്ന് ധരിച്ച് ദേവി പരിഭവിച്ചു. 100 കൊല്ലക്കാലം തപസ് ചെയ്ത് ദേവി ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ജഗജ്ജനനിയായിരിക്കുന്ന ദേവി തന്നെ കുറിച്ച് തപസ് ചെയ്തതിന്റെ കാരണം ആരാഞ്ഞപ്പോ ബ്രഹ്മദേവനോട് ദേവി ഗൗരവർണ്ണം ആവശ്യപ്പെട്ടു. താമര അല്ലി പോലെ മനോഹരമായിരിക്കുന്ന വർണ്ണം ദേവിക്ക് ഉണ്ടാകുമെന്നും ഗൗരി എന്ന് പേരുണ്ടാകുമെന്നും ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുകയാണ് ദേവിയെ. അപ്പൊ അനുഗ്രഹ ശക്തി കൊണ്ട് ദേവിയുടെ ശരീരത്തിലെ കൃഷ്ണവർണ്ണമെല്ലാം എന്താ പറയാ, ആ കൃഷ്ണവർണ്ണമായിരിക്കുന്ന കോശം പാമ്പിന്റെ ചട്ട പോലെ ഊരി വീണുവെന്നും ദേവി ഗൗരിയായിട്ട് തീർന്നുവെന്നും പറയുന്നു. അപ്പൊ വരുണസ്യ പ്രിയ ഗൗരി, അപ്പൊ ഗൗരി എന്ന പേരിൽ പുണ്യ തീർത്ഥമായിരിക്കുന്ന ഒരു നദിയും ഉണ്ട്. ആ നദിയുടെ സ്വരൂപമായവൾ. ഇപ്പൊ 10 വയസ്സായ കന്യകയുടെ രൂപം എന്നും പറയാം. ആ ഒരു കന്യക കുബ്ജ ക്ഷേത്രത്തില് അധിഷ്ഠാത്രിയായിരിക്കുന്ന ദേവി എന്നർത്ഥം. ഗന്ധർവ സേവിത, ദേവയോനികളായിരിക്കുന്ന ഒരു ഗണമാണ് ദേവ സദസ്സിലെ ഗായകന്മാരാണ് ഇവർ. അപ്പൊ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ. ഇപ്പൊ ഗന്ധർവ ശബ്ദത്തിന് ഗായകൻ എന്നുള്ള അർത്ഥമുണ്ട്. ഗായകന്മാരില് സ്തോത്ര രൂപത്തിലുള്ള ഗാനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ. അപ്പൊ ആ ഒരു സൂര്യ പര്യായമായിട്ടും ഗന്ധർവ ശബ്ദം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ സൂര്യനാൽ സേവിക്കപ്പെടുന്നവൾ എന്ന് വേണമെങ്കിലും പറയാം. സൂര്യചന്ദ്രന്മാര് വളരെ കാലം ദേവിയെ ആരാധിച്ച് ദേവിയുടെ ആ ഒരു തൃപ്പാദങ്ങളിൽ നിന്ന് പ്രസരിച്ച കാന്തി പ്രവാഹത്തിന്റെ അല്പാംശം നേടിയിട്ടാണ് തേജോരൂപികളായിട്ട് തീർന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ. ഭക്തൻ, ജ്ഞാനി എന്നും ഗന്ധർവ ശബ്ദത്തിന് അർത്ഥമുണ്ട്. ഈ പക്ഷത്തിലെ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവൾ, ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും എടുക്കാം. ഗന്ധർവങ്ങളാൽ, അതായത് കുതിരകളാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ദേവി അശ്വാരൂഢ ദേവിയെ കുറിക്കുന്നുണ്ട്. കാരണം അശ്വാരൂഢ ദേവി ദേവിയുടെ സഹായത്തിന് വന്നാണല്ലേ ഭണ്ഡാസുര വധത്തിന്. അപ്പൊ ദേവിയുടെ 4 തൃക്കൈകളിൽ നിന്ന് വന്ന 4 ദേവതമാരിൽ ഒരാളാണ് അശ്വാരൂഢ. അശ്വാരൂഢ മന്ത്രത്തിന്റെ ഉദ്ധാരവും ഈ നാമത്തിൽ അന്തർഹിതമാണ്. അപ്പോ വിശ്വഗർഭ, സ്വർണഗർഭ, വരദ, വാഗതീശ്വരി, ധ്യാനഗമ്യ, പരിച്ഛേദ്യ, ജ്ഞാനദ, ജ്ഞാന വിഗ്രഹ. അടുത്ത നാമങ്ങൾ വിശ്വഗർഭ എന്നുള്ള നാമത്തിലാണ് തുടങ്ങുന്നത്. പ്രപഞ്ചത്തെ ഉള്ളിൽ ഒതുക്കുന്നവൾ, സ്വർണഗർഭ അല്ലെങ്കിൽ ഹിരണ്യഗർഭ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, ജ്യോതിസ്, പ്രകാശത്തെ ഉള്ളിൽ ഒതുക്കിയവൾ. അവരദ, അവര പ്ലസ് ദ, അവരവന്മാർ, അതായത് പാപികൾ. അവരന്മാർ എന്ന് പറഞ്ഞാൽ പാപികൾ. ദ എന്ന് പറഞ്ഞാൽ പിളർക്കുന്ന, ഇപ്പൊ നീചന്മാരെ പിളർക്കുന്നവൾ. വാഗധീശ്വരി, വാക് പ്ലസ് അധീശ്വരി, വാക്കിന് അധിപയായിട്ടുള്ളവൾ. ധ്യാനഗമ്യ, ധ്യാനം കൊണ്ട് പ്രാപിക്കാവുന്നവൾ. അപരിച്ഛേദ്യ, ആ പരിച്ഛേദ്യ, പരിച്ഛേദിക്കാനാകാത്തവൾ. പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ എന്താ, അളക്കൽ, അളക്കാനാകാത്തവൾ. ജ്ഞാനദ, ജ്ഞാനത്തെ നൽകുന്നവൾ. ദ എന്ന് പറഞ്ഞാൽ നൽകുന്ന. ജ്ഞാന വിഗ്രഹ, അപ്പൊ ജ്ഞാനം തന്നെ ഉടലാർന്നവൾ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഉടല് അല്ലെങ്കിൽ ബിംബം. അപ്പോ ദേവിയുടെ ആ ഒരു എന്താ പറയാ, എന്തൊക്കെയാണ് വിഭൂതികൾ എന്ന് പറയാണ് അല്ലെ. ആ ഒരു വിശ്വത്തെ ഗർഭത്തിൽ ധരിച്ചതുകൊണ്ട് വിശ്വഗർഭ. അപ്പോ ആ ഒരു സർവ്വ വിശ്വങ്ങളും ദേവിയുടെ ഗർഭത്തിൽ നിന്നുണ്ടായതാണ് അല്ലെ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ലോകജനനി, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് അമ്മയെ വിശ്വഗർഭ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൃശ്യാദൃശ്യ പ്രഭൂത വാഹനഗിരി ബ്രഹ്മാണ്ട ഭാണ്ഡോദരി എന്ന് ശങ്കരാചാര്യ അന്നപൂർണാസ്തവത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വർണം ഗർഭത്തിലുള്ളവൾ. ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വർണം ദേവി സ്വരൂപമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വർണമയമായിരിക്കുന്ന ബ്രഹ്മാണ്ടം ഗർഭത്തിലുള്ളവൾ, വിശ്വഗർഭ. അപ്പൊ ഈ നാമത്തിന്റെ ആശയം കൂടുതൽ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ ഹിരണ്യം സ്വർണ പര്യായമാണ്. ഹിരണ്യ ഗർഭൻ എന്ന പദത്തിന് ബ്രഹ്മാവ്, വിഷ്ണു എന്നും അർത്ഥമുണ്ട്. ബ്രഹ്മസ്വരൂപിണി, വിഷ്ണു സ്വരൂപിണി. ഈ പക്ഷത്തിൽ ഈ നാമത്തിന്റെ അർത്ഥം അങ്ങനെ എടുക്കാം. സൂക്ഷ്മ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവിനെ ഹിരണ്യഗർഭൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഓം ഹിരണ്യഗർഭായ നമ എന്ന് പറയുന്ന നാമം തന്നെ ആത്മാവിനെ പൂജിക്കുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ
അപ്പൊ സ്വർണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അർണം, ഗർഭത്തിലുള്ളവൾ. അർണം എന്ന് പറഞ്ഞതിന് അക്ഷരം, വർണ്ണം എന്ന അർത്ഥമുണ്ട്. അപ്പൊ എന്നുള്ള വിശേഷണം ചേരുമ്പോൾ മന്ത്രാക്ഷരങ്ങൾ എന്നർത്ഥം. അപ്പൊ മന്ത്രാക്ഷരങ്ങൾ അഥവാ മന്ത്രങ്ങൾ ഗർഭത്തിലുള്ളവൾ. എന്താണ് അതിന്? അനുഗ്രഹ ശക്തിയുള്ളതാണ് മന്ത്രങ്ങൾ, ഇല്ലേ? മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ അത് ദേവിയിൽ നിന്നുണ്ടായത്. മാതൃകാക്ഷര സ്വരൂപിണി. അവരതന്മാരെ, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ. ദ്യതി അല്ലെങ്കിൽ ദ്യതി എന്ന് വെച്ചാൽ ഖണ്ഡയതി. ആ ഒരു എന്താ പറയാ, രഥങ്ങളോട് കൂടിയവൾ, അവങ്ങളായിരിക്കുന്ന കാന്തിമത്തുക്കളായിരിക്കുന്ന രഥങ്ങളോട് കൂടിയവൾ, പല്ലുകൾ ഉള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ദേവിയുടെ പല്ലുകള് ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തി ദയോജ്വല. നമ്മൾ 25ാമത്തെ നാമത്തിൽ കണ്ടാണ്, അല്ലെ? ശുദ്ധ വിദ്യ, പ്രകാശയുക്തങ്ങളായിരിക്കുന്ന രഥനങ്ങൾ ഉള്ളവൾ എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം. വാഗധീശ്വരി, വാക്കിന് അധീശ്വരിയായിട്ടിരിക്കുന്നവൾ. വൈഖരി രൂപത്തിലെ ഭാഷകളായിട്ട് വർത്തിക്കുന്നവൾ. ഇപ്പൊ സാഹിത്യ സംഗീത കലാരൂപിണിയായിട്ട് വാഗ്രൂപത്തിൽ പ്രവർത്തിക്കുന്നവൾ, അല്ലേ? അപ്പോ വാചാമീശ്വരി ഭക്തമത് കൽപ്പലതികെ സർവാർത്ഥ സിദ്ധിപ്രദേ ഗദ്യ പ്രാകൃത പദ്യ ജാത രചന സർവ സ്വസിദ്ധിപ്രദേ, ഇല്ലേ? അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൊടുക്കാൻ കഴിവ്. ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്ന അമ്മയിൽ നിന്നാണ്. ഇപ്പൊ ധ്യാനഗമ്യ എന്ന് പറഞ്ഞാൽ ധ്യാനം കൊണ്ട് അറിയപ്പെടാവുന്നവൾ. ചിത്തവൃത്തികളെ നിരോധിച്ച് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിച്ച് ദേവിയെ തന്നെ ചിന്തിക്കുന്ന ഉപാസകൻ ദേവീ ദർശനവും തുടർന്ന് സായുജ്യ സിദ്ധിയും ലഭിക്കും. അപ്പോ പരിച്ഛേദിച്ചറിയാൻ കഴിയാത്തവൾ, ഇന്ന കാലത്ത് ഇന്നയിടത്തെന്ന രൂപത്തില് ഇങ്ങനെ കാലദേശ രൂപാധികളായിരിക്കുന്ന ഉപാധികൾ കൊണ്ട് വേർതിരിച്ച് പറയാനാകാത്ത അനാദിയും അനന്തവും അഖില വ്യാപ്തവും സർവരൂപവും പൂർണ്ണവുമായിരിക്കുന്ന മഹാശക്തി. ജ്ഞാനം കൊടുക്കുന്നവളാണ് ദേവി, അല്ലെ? കൈവല്യ സിദ്ധിക്കുള്ള മാർഗമാണ് ജ്ഞാനം. ആ ജ്ഞാനം ഉപാസകന് കൊടുക്കുന്നവളാണ് ജ്ഞാനരൂപിണി. അപ്പോ ജ്ഞാനം എന്ന പദത്തിന് ബന്ധം എന്നും അർത്ഥമുണ്ട്. ജ്ഞാനം ബന്ധ എന്ന് ശിവസൂത്രം. അതായത് ജ്ഞാനം, ആ ഒരു ജ്ഞാനത്തെ ഖണ്ഡിക്കുന്നവൾ ബന്ധമോചിനി. അപ്പൊ ജ്ഞാനത്തെ വിഗ്രഹമാക്കിയിരിക്കുന്നവൾ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം, ജ്ഞാനരൂപിണി, അല്ലേ? അപ്പോ എന്താ പറയാ, ജ്ഞാനവുമായിട്ട് ചേർന്നതെല്ലാം ദേവീപരമാണെന്ന് അർത്ഥം. അതായത് ജ്ഞാനം തന്നെയാണ് വിശ്വമെന്നും ജ്ഞാനം തന്നെയാണ് ബ്രഹ്മമെന്നും പറയുന്നത് ദേവിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ശരീരം വിശ്വമാണെന്നും ബ്രഹ്മമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. വിഗ്രഹം എന്നുള്ളതിന് വിസ്താരം എന്നർത്ഥമുണ്ട്. ജ്ഞാനത്തിന്റെ വിസ്താരം ഏതൊരു ദേവിയിൽ നിന്നുണ്ടാകുന്നോ ആ ദേവി ജ്ഞാനവിഗ്രഹ. സർവ വേദാന്ത സംവേദ്യ. അടുത്ത നാമങ്ങൾ തുടങ്ങുന്നത് സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല. സർവവേദാന്ത സംവേദ്യ, വേദാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം, അല്ലെ? ഇപ്പൊ സമ്യക്കായിട്ട് വേദ്യ, അറിയപ്പെടുന്നവൾ, എല്ലാ ബ്രഹ്മജ്ഞാന സമ്പ്രദായത്തിലൂടെയും അറിയപ്പെടുന്നവൾ. ഇപ്പൊ ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം ഇത്യാദിയുള്ള ബ്രഹ്മജ്ഞാന സമ്പ്രദായങ്ങൾ, ഇതെല്ലാം ദേവിയാണ് ഇതിലൂടെയെല്ലാം നമ്മൾ അറിയുന്നത്. സത്യാനന്ദ സ്വരൂപിണി, സത്യവും ആനന്ദവും സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ലോപാമുദ്രാർച്ചിത, മുദ്രയാൽ അർച്ചിക്കപ്പെടുന്നവൾ. ലോപാമുദ്ര എന്ന് പറഞ്ഞാൽ ആരാ? അഗസ്ത്യന്റെ ഭാര്യയാണ്, ഇല്ലേ? ലോപാമുദ്ര പഞ്ചദശാക്ഷരി മന്ത്രം ഉണ്ടാക്കിയ, ഇല്ലേ? അതിന്റെ മന്ത്രദ്രഷ്ടാവാണ്. ഇപ്പൊ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല, ബ്രഹ്മാണ്ടങ്ങളുടെ സമൂഹത്തെ ലീലയായിട്ട് ക്ലിപ്തപ്പെടുത്തി നിർത്തുന്നവൾ. മണ്ഡലം എന്ന് പറഞ്ഞ കൂട്ടം. അപ്പൊ ധ്യാനഗമ്യ, അപരിച്ഛേദ്യ, ജ്ഞാനവിഗ്രഹ. അപ്പൊ ധ്യാനം കൊണ്ട് അറിയപ്പെടുന്ന അവളാണെന്ന് കണ്ടു. അപ്പോ ഏകാഗ്രതയോടെ ചിത്തവൃത്തികളെ നിരോധിച്ചതാണ് ധ്യാനം. മനസ്സിനെ നിയന്ത്രിച്ച് ദേവിയെ തന്നെ ചിന്തിക്കുന്ന ഉപാസകന് എന്താ പറയാ, ആ തുടർന്ന് സായുജ്യവും എന്താ പറയാ, ആ ഒരു ജ്ഞാനവും സായുജ്യവും ലഭിക്കും. അപ്പൊ പരിച്ഛേദിച്ചറിയാൻ കഴിയാത്തവളാണ് അപരിച്ഛേദ്യ. അപ്പൊ അങ്ങനെ ആ ഒരു കൈവല്യ പദത്തെ കൊടുക്കുന്നവൾ ജ്ഞാനവിഗ്രഹയാണ്. സർവ്വ വേദാന്തങ്ങളാൽ അറിയപ്പെടുന്ന, വേദാന്തം പറഞ്ഞാൽ വേദത്തിന്റെ അന്തം എന്ന അർത്ഥത്തിലെ ഉപനിഷത്തുകളാണ്
എല്ലാ ഉപനിഷത്തുകളും ദേവിയെയാണ് തേടുന്നത്. ഉപനിഷത്തുകളുടെ എല്ലാ സാരം ദേവി തന്നെയാണ്. ഉപനിഷത്തുകൾ ദേവിയെ സേവിച്ച് നിൽക്കുന്നതായിട്ട് ആചാര്യന്മാർ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമോ ദേവിയെ മഹാലക്ഷ്മിയെ ശ്രീയെ സിദ്ധിയെ നമോ നമ ബ്രഹ്മ വിഷ്ണു മഹേശാന വേദൈക പൂജിതാംഘ്രയെ എന്ന് യോഗവാസിഷ്ടം പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയാ, സൗന്ദര്യ ലഹരിയിൽ പറയണു ശ്രുതീനാം മൂർധാനോ എന്ന്. അപ്പൊ എല്ലാം, അതായത് ത്രിശക്തി രൂപിണിയായിരിക്കുന്ന ദേവി അല്ലെ, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി, സർവ വേദാന്തഗാമിനി, ഇതെല്ലാം അമ്മ തന്നെയാണ്. സത്യാനന്ദ സ്വരൂപിണിയും ദേവിയാണ്. സത്യവും ആനന്ദവും സ്വരൂപമായിട്ടിരിക്കുന്നവൾ, അതായത് ചിദാനന്ദം സ്വരൂപം. ലോപാമുദ്രാർച്ചിത, ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെട്ടവളാണ് ദേവി. അഗസ്ത്യ മഹർഷിയുടെ പത്നിയായിരിക്കുന്ന ലോപാമുദ്ര ഭർത്താവിന് തുല്യം യോഗസിദ്ധികളുള്ളവളും പതിവ്രതയുമാണ് ലോപാമുദ്ര. ഹാദിവിദ്യ എന്ന് പറയുന്ന ആ ഒരു ശ്രീവിദ്യ ഉപാസനയുടെ ഋഷിക ലോപാമുദ്രയാണ്. അപ്പൊ ലോപാമുദ്ര ദീർഘകാലം ദേവിയെ ഉപാസിച്ചിരുന്നു എന്ന് പറയണു. ഇപ്പൊ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല, ലീലയായിട്ട് ബ്രഹ്മാണ്ടങ്ങളെ നിർമ്മിച്ചവൾ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അമ്മയുടെ ലീലയാണ്, കളിക്കുന്നതാണ് അല്ലെ, അനായാസമായി ചെയ്യുന്ന ഒരു കളിയാണെന്ന് അർത്ഥം. അപ്പൊ ദേവി എന്താ പറയാ, ഒരു കളിയാണ് ഈ ഒരു ബ്രഹ്മാണ്ടത്തെ ഉണ്ടാക്കി നിലനിർത്തി തന്നിൽ ലയിപ്പിക്കുന്നത് അല്ലേ. അപ്പോ എന്താ പറയാ, ആ ഒരു സൃഷ്ടി സ്ഥിതി നാശം അല്ലെ എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. അപ്പോ ആ ശിവന് പോലും കഴിയാത്ത കാര്യങ്ങള് ദേവി ഒരു ക്രീഡാവിശേഷം പോലെ ചെയ്യണു. പക്ഷെ അമ്മ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് അടുത്ത നാമങ്ങളിൽ പറയുന്നത്. അദൃശ്യ, ദൃശ്യരഹിത, വിജ്ഞാത്രി, വേദ്യവർച്ചിത, യോഗിനി, യോഗദാ യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. ദൃശ്യ എന്ന് പറഞ്ഞാൽ കാണാനാകാതെയാണ് അമ്മ ഇരിക്കുന്നത് അല്ലെ. അവിടെ ഇരുന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത്, പക്ഷെ ഇന്ദ്രിയങ്ങളെ എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അമ്മ ഇരിക്കുകയാണ്. ഇപ്പൊ കാണാനാകാത്തവളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാകാത്തവളെന്നേ ഉള്ളൂ അർത്ഥം. അതായത് സ്പർശിച്ചിട്ടോ കേട്ടോ കണ്ടോ രുചിച്ചോ മണത്തോ അറിയാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം ചെയ്യാൻ കാരണം, എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ കാരണഭൂതിയായിട്ടിരിക്കുന്നവൾ ദൃശ്യരഹിത. ദൃശ്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവളാണ്. വിജ്ഞാത്രി, എന്തിനേയും പൂർണ്ണമായിട്ട് അറിയുന്നവൾ. വേദ്യവർജിത, വേദ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതായിട്ട് ഒന്നും ഇല്ലാത്തവൾ. യോഗിനി, മുക്തന്മാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവൾ. യുജ എന്ന് പറഞ്ഞാൽ ചേരുക. യോഗത, യോഗം നൽകുന്നവൾ. യോഗം എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ചേരൽ. യോഗ്യ, യോഗം, പരബ്രഹ്മവുമായിട്ടുള്ള ചേരൽ. യോഗ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേരേണ്ടവൾ, യോഗത്തിന് വരുന്നവൾ. ആത്മാവ് പരബ്രഹ്മമായ ദേവിയുമായിട്ടാണ് ചേരേണ്ടത്. അപ്പൊ യോഗാനന്ദ, ആത്മാവ് പരബ്രഹ്മവുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അനുഭവത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. യുഗന്ധര, അപ്പൊ യുഗം ധര, ദ്വന്ദ്വങ്ങളെ ധരിച്ച് നിൽക്കുന്നവൾ, അപ്പൊ നിർത്തുന്നവൾ. യുഗം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വമാണ് അല്ലെ, രണ്ട് എന്ന അവസ്ഥ. കയറ്റം, ഇറക്കം, ചൂട്, തണുപ്പ് ഇത്യാദി ലൗകികത മുഴുവനും ദ്വന്ദ്വങ്ങളാണ്. അപ്പൊ ഈ പ്രപഞ്ചം ദ്വന്ദ്വങ്ങൾ നിറഞ്ഞതാണ് അല്ലെ. മോക്ഷം ആഗ്രഹിക്കുന്നവര് ഈ ദ്വന്ദ്വങ്ങൾക്ക് അപ്പുറത്തെത്തണമെന്ന് അർത്ഥം. അപ്പൊ ദേവി അദൃശ്യായിരിക്കുന്നു. എന്താ കാരണം? ദർശിക്കപ്പെടാൻ കഴിയാത്തവളാണ് അമ്മ. മാംസചക്ഷുസ് കൊണ്ട് ദേവിയെ കാണാൻ വിഷമമാണെന്ന് അർത്ഥം. അപ്പൊ നിർഗുണസ്യ മുനേ രൂപം ന ഭവേത് ദൃഷ്ടിഗോചരം. ദേവി ഭാഗവതം പറയണു, അതികഠിനമായ സാധനകൾ കൊണ്ട് പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ മാംസ ദൃഷ്ടികൾക്ക് കാണാവുന്ന രൂപത്തില് അതിഭാഗ്യവാന്മാരായ ചിലരുടെ മുമ്പിൽ അമ്മ ആവിർഭവിക്കാറുണ്ടെങ്കിലും സാമാന്യേന അരൂപിയായ ജഗദംബയെ മനക്കണ്ണിൽ കാണാനേ കഴിയുള്ളൂ. കാരണം അമ്മ ദൃശ്യരഹിത, തന്നിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേവിക്ക് ദൃശ്യമായിട്ട്, അതായത് കാണത്തക്കതായിട്ട് ഒന്നുമില്ല അല്ലെ. ദേവിയുടെ മായാശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന പ്രപഞ്ചം ദൃശ്യമാണ്. അപ്പൊ ദേവി സർവാതീത ആയതുകൊണ്ട് ദേവിക്ക് ദൃശ്യങ്ങളില്ല എന്നർത്ഥം. ദൃശ്യങ്ങളില്ലാത്തവൾ. വിജ്ഞാത്രി, വിജ്ഞാനം തരുന്നവളാണ്. വിശേഷ അനുഭവം കൊണ്ട് അറിയാൻ യോഗ്യയായവളാണ്. വിശേഷേണ ജാനാതീതി വിജ്ഞാത്രി. വേദ്യവർജിത, വേദ്യമായിട്ട് അറിയപ്പെടേണ്ടതായിട്ട് ഒന്നും ഇല്ലാത്തവൾ. കാരണം എല്ലാം അറിയുന്നവളാണ് അമ്മ.
സർവജ്ഞ അല്ലെ. യോഗിനി, അപ്പൊ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി യോഗസൂത്രം. മന്ത്രം, ലയം, ഹഠം, രാജം എന്നീ 4 വിധത്തിലുള്ള സാധന കൊണ്ട് ഇത് നേടാമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. മന്ത്രയോഗം, ലയയോഗം, ഹഠയോഗം, രാജയോഗം, ഈ യോഗങ്ങൾക്കെല്ലാം എന്താ പറയാ പല പല എന്താ പറയാ കർമ്മ വ്യത്യാസങ്ങളുണ്ട്. ഈ യോഗങ്ങള് ദേവ്യാംശ ഭൂതങ്ങളാണ്. എല്ലാത്തിലും ഉള്ളവൾ ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് യോഗിനി എന്നുള്ള പേര്. അപ്പൊ മന്ത്രശാസ്ത്ര പ്രസിദ്ധമായിരിക്കുന്ന ഡാകിനി തുടങ്ങിയ യോഗിനിമാര് ധാരാളമുണ്ട്. മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് നാമാവലി തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ യോഗിനിമാര് ദേവി ശക്തികളുടെ മൂർത്തി ഭാവങ്ങളാണ്. ഇപ്പൊ ഡാകിന്യാദികളുടെ രൂപം ധരിച്ചവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട്. അപ്പോ എന്താ പറയാ ഇപ്പം യോഗോ വിഷയ സംഭോഗ ഭോഗേ എന്ന് നിർവചന പ്രകാരം വിഷയസംഘം, അതായത് ഭോഗം എന്നും യോഗത്തെ വ്യാഖ്യാനിക്കാം. ലൗകിക സുഖങ്ങൾ അനുഭവിക്കൽ യോഗം, അതുള്ളവൾ യോഗിനി. യോഗത ചിത്തവൃത്തി നിരോധ രൂപമായിരിക്കുന്ന രോഗം പരിശ്രമിച്ച് അഭ്യസിച്ചാലും ദേവി കാരുണ്യം കൊണ്ട് മാത്രമേ സിദ്ധി ലഭിക്കുന്നുള്ളൂ. അപ്പൊ യോഗവിദ്യകള് ഗുഹ്യമാണ്. അവയിൽ നിന്ന് സിദ്ധി നൽകുന്നവൾ. യോഗ്യ, യോഗം അർഹിക്കുന്നവൾ. യോഗ സാധനകൾ കൊണ്ട് ദേവിയെ പ്രാപിക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. അപ്പൊ ദേവി പ്രസാദത്തിന് വേണ്ടി യോഗമാർഗങ്ങൾ അവലംബിക്കുന്നവന് ചെയ്യുന്നത് പാഴ്വേലയല്ല, നിത്യമായ ഒരു പരമാനന്ദ ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ക്ലേശകരമായിരിക്കുന്ന സാധനകളിലൂടെ സാക്ഷാത്കരിക്കാൻ യോഗ്യയായിട്ടുള്ളവളാണ് ദേവി. അപ്പൊ യോഗി, യോഗത, യോഗ്യ ഈ 3 നാമങ്ങളും ഭോക്താവ്, ഭോഗപ്രദ, ഭോഗ്യ എന്നിവയെ കുറിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതിനെല്ലാം തന്നെ എന്താ യോഗിയായിട്ടിരിക്കുന്നവളാണ് ദേവി. അപ്പോ മായാപ്രധാനവും ത്രിവിധവുമാണ് ഈ സാഖ്യമതത്തില്. ആ ത്രിഗുണയുക്തമായിട്ട് പറയുന്നുണ്ട്. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾ കൂടിച്ചേർന്ന് 3 വിധത്തില്, അതായത് രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സ്പർശം അധികമില്ലാതെ ശുദ്ധ സാത്വികമായിരിക്കുന്ന മായാരൂപം. അപ്പോ ആ ഒരു എന്താ പറയാ രജസ് തമോ ഗുണങ്ങൾ അല്പാൽപമായിട്ട് ചേർന്ന് മലിനമായിരിക്കുന്ന സത്വാവസ്ഥ, രണ്ടാമത്തത് രജോ ഗുണവും സത്വഗുണവും അല്പാൽപം കലർന്ന തമോ ഗുണം പ്രാധാന്യമുള്ളതും കേവലം തമോമയം എന്ന് പറയാവുന്നതായിട്ടുള്ള അവസ്ഥ മൂന്നാമത്തത്. അപ്പൊ ത്രിഗുണങ്ങളില് ഒന്നും മറ്റു ഗുണങ്ങളുടെ സ്പർശം തീരെ ഇല്ലാതെ നിലനിൽക്കുന്നില്ല. അപ്പോ എല്ലാത്തിലും അല്പാൽപമുണ്ട് ഇല്ലേ. അപ്പോ ഇവയിൽ ആദ്യത്തേത് ഈശ്വരിയും ഭോഗപ്രദയുമായതുകൊണ്ട് യോഗത എന്നറിയപ്പെടുന്നു. രണ്ടാമത്തത് ജീവാത്മ സ്വരൂപിണിയും ഭോക്തൃയും ആയതുകൊണ്ട് യോഗിനി. മൂന്നാമത്തത് ജഡവസ്തു രൂപമായതുകൊണ്ട് ഭോഗ്യ. അപ്പൊ അതിനെ നമ്മൾ യോഗ്യ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് ഏത് രീതിയിൽ പറഞ്ഞാലും എന്താ പറയാ, അമ്മ യോഗാനന്ദമുള്ളവളാണ്. ശിവശക്തി പ്രയോഗ രൂപമായിരിക്കുന്ന ആനന്ദം അത് അനുഭവിക്കുന്നവൾ. യോഗനിദ്രയിൽ കഴിയുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. അപ്പോ യോഗത്തിലും യോഗനിദ്രയിലും ആനന്ദിക്കുന്നവൾ. യോഗാചാര്യന്മാരുടെ ഭാഗമായിട്ട് നടത്തുന്ന ഉപാസനകളിൽ ആനന്ദിക്കുന്നവൾ. അപ്പൊ ജീവാത്മാവിന് പരമാത്മാവുമായിട്ട് സംഭവിക്കുന്ന ഐക്യത്തെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. യോഗം മൂലം ജീവന് ചിദാനന്ദം കൈവരുത്തുന്നവളാണ് ദേവി. അപ്പൊ യോഗാനന്ദകരി, രിപുക്ഷയകരി, ധർമാർത്ഥ നിഷ്ഠാകരി എന്ന് അന്നപൂർണ സ്തോത്രത്തിൽ പറയുന്നുണ്ട്. വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന നൃസിംഹത്തിന്റെ പര്യായമായിട്ട് യോഗാനന്ദൻ എന്ന ഒരു പ്രയോഗമുണ്ട്. ഇപ്പൊ നരസിംഹരൂപിണി എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അയോഗ, ആനന്ദ എന്നീ 2 പദങ്ങള് അതായിട്ട് പിരിക്കുകയാണ്. മോഹിനി മുഖ്യ. അപ്പൊ മോഹിനി മുഖ്യ എന്നുള്ള നാമം, അതായത് അയോഗ എന്നുള്ള നാമത്തിന് യോഗ സങ്കോന വിദ്യതേ യസ്യ എന്ന് നിർവചനമുണ്ട്. അപ്പൊ ഒന്നിനോടും യോഗമില്ലാത്തവൾ. അയ ഉഗ എന്നുള്ള പദം തിരിച്ച് അയം എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ രൂപവഹമായിരിക്കുന്ന വിധി. എന്ന് പറഞ്ഞാൽ പരമശിവൻ, പരമശിവനെ ഗമിക്കുന്നവൾ, പ്രാപിക്കുന്നവൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് അനേക അർത്ഥങ്ങൾ എടുക്കാം. ആനന്ദ എന്ന് പറയുന്നത് ആനന്ദ സ്വരൂപിണി. ഇപ്പൊ പ്രതിപദം, ഷഷ്ടി, ഏകാദശി തിഥികളെ കുറിക്കാനും നന്ദ എന്നുള്ള പദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഈ തിഥികളിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് എടുക്കാം. ഇനി പല വിധത്തിൽ ഈ പദങ്ങൾക്ക് ആചാര്യന്മാര് യോഗാനന്ദ എന്നുള്ള ഒറ്റ പദമായിട്ട് സ്വീകരിച്ച് മോഹിനി മുഖ്യ എന്നുള്ള നാമങ്ങളായിട്ട് ചേർക്കുന്നുണ്ട്.
അപ്പൊ ഇത് ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഈ എല്ലാ അർത്ഥങ്ങളും ചെന്നു ചേരുന്നത് ദേവിയിൽ തന്നെയാണ് എന്നർത്ഥം. യുഗന്ധര, യുഗങ്ങളെ ധരിക്കുന്നവളാണ് ദേവി. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നുള്ള 4 യുഗങ്ങള് അവയെ ധരിക്കുന്നവൾ. കാലരൂപിണി, അല്ലെ? പരിണാമവും പരിമാണവും നിയന്ത്രിക്കുന്നവൾ. അപ്പോ ശരിക്കും പറഞ്ഞാൽ യുഗന്തു യുഗളം യുഗം എന്ന പ്രമാണം, അതായത് ആ ഒരു പ്രകാരം ഇരട്ടയായിട്ടുള്ളതെല്ലാം യുഗം. സുഖദുഃഖങ്ങള്, താപവും ശീതവും, ഇരുളും വെളിച്ചവും തുടങ്ങിയിട്ട് ഇരട്ടയായിട്ട് കണക്കാക്കുന്ന ആ ദ്വൈതങ്ങളെല്ലാം തന്നെ ദേവി സ്വരൂപമാണ്. അപ്പൊ ദ്വന്ദ്വഭാവം ധരിക്കുന്നത് യുഗന്ധര. അപ്പോ എന്താ പറയാ, ബലരാമൻ എന്താ പറയാ, ഒരു കലപ്പ ധരിച്ചിരിക്കുന്നു, അല്ലെ? അപ്പൊ രഥാംഗമായിരിക്കുന്ന നുകം എന്ന യുഗത്തിന് അർത്ഥമുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ അനേക അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു കാര്യം ഇതിൽ പ്രധാനം എന്താ, ഇതെല്ലാം അമ്മ തന്നെയാണ്. അടുത്ത നാമത്തില് ദേവിയുടെ ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, അദൃശ്യ സ്വരൂപിണി, സർവാധാര സുപ്രതിഷ്ഠ, സദസദ്രൂപധാരിണി. അപ്പൊ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി പ്രധാനപ്പെട്ട ലളിതാ സഹസ്രനാമത്തിലെ ഒരു പദമാണിത്. കാരണം സൂചിപ്പിച്ച 3 ശക്തികള്, ആ 3ഉം ചേർന്ന സ്വരൂപമായിട്ടിരിക്കുന്നവൾ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് നിലനിൽപ്പിനും ആധാരമായതാണ് ഇച്ഛ. ആദ്യത്തെ 3 നാമങ്ങൾ ശ്രീമാത്രേ, ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി. ഇതാണ് ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തി. അപ്പൊ ആ ഒരു ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കുള്ളത്. ജ്ഞാനം, ക്രിയ, അല്ലെ? വിൽ ആൻഡ് നോളജ്, ആക്ഷൻ എന്ന 3 കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യാനുള്ള ആശയം മനസ്സിലുണ്ടാകുന്നത് ഇച്ഛ, എങ്ങനെ, എന്തിന്, എപ്പോൾ ചെയ്യണം എന്നുള്ള അറിവ്, ജ്ഞാനം, അവ ചെയ്യുന്നത് ക്രിയ. അപ്പൊ ലോകത്തെ മുഴുവനും ഈ 3 ശക്തികളുടെ സംഗമമാണ്. അതിനാധാരം പരബ്രഹ്മത്തിന്റെ മാതൃഭാവമായിരിക്കുന്ന ദേവി. അപ്പൊ സർവാധാര, എല്ലാറ്റിനും ആധാരമായിട്ടിരിക്കുന്നവൾ. സുപ്രതിഷ്ഠ, നല്ലവണ്ണം 3 കാലത്തിലും ഇളകാതെ നിൽക്കുന്നവൾ. സുപ്രതിഷ്ഠ, നന്നായി പ്രതിഷ്ഠിക്കപ്പെട്ടവൾ. സദസദ്രൂപധാരിണി, സത്ത അസത്ത രൂപധാരിണി, സത്തും അസത്തുമായ രൂപങ്ങളെ എല്ലാം ധരിച്ച് താങ്ങി നിർത്തുന്നവൾ. സത്ത് എന്ന് പറഞ്ഞാൽ 3 കാലത്തിൽ മാറ്റമില്ലാത്തത്, അസത്ത് എന്ന് പറഞ്ഞാൽ മാറുന്ന രൂപമുള്ളത്, അല്ലെ? ഈ 2 രൂപത്തിലുള്ള പ്രപഞ്ചവും അമ്മ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവ വേദാന്ത ശാസ്ത്രപ്രകാരം പരമാത്മാവിന്റെ, ഈശ്വരന്റെ ശക്തി ത്രയങ്ങളായിട്ടാണ് കാണുന്നത്. ഈശ്വരന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി സംഭവിക്കുന്നത്. കർമ്മബന്ധത്തിൽ നിന്ന് ജീവാത്മാവിനെ മോചിപ്പിക്കുന്നത് ജ്ഞാനശക്തിയാണ്. പ്രപഞ്ചസ്ഥിതിക്ക് ആവശ്യമായിരിക്കുന്ന ചലനം, അതായത് പ്രവർത്തനം, ക്രിയാശക്തിയാണ്. ഈ 3 ശക്തികളും ജീവികളിൽ ഭിന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇച്ഛാശക്തി രൂപമായിട്ടും ജ്ഞാനശക്തി രൂപമായിട്ടും ക്രിയാശക്തി രൂപമായിട്ടും ജീവികളില് സൃഷ്ടി, സ്ഥിതി, ലയരൂപമായിട്ട് പ്രപഞ്ചത്തിലും പ്രവർത്തിക്കുന്നത് ദേവി തന്നെയാണ്. ഇത് ദേവി ശരീരത്തിന്റെ ഭാഗങ്ങളാണ്, അല്ലേ? അപ്പോ ത്രിപുര, ത്രിവിധാദേവി, ബ്രഹ്മ, വിഷ്ണു ഈശ്വര രൂപിണി, ജ്ഞാനശക്തി, ക്രിയാശക്തി ശക്തിയാത്മിക പ്രിയേ. ഇപ്പൊ ദേവിയെ ഭഗവാൻ തന്നെ പറയുകയാണ്, ദേവിക്കുള്ള ശിരസ് ഇച്ഛാശക്തിയും അതിന് താഴെയുള്ള ഭാഗം ജ്ഞാനശക്തിയും പാദം ക്രിയാശക്തിയും. അപ്പൊ ഈ ശക്തിത്രയ സാമാന്യമാണ് ദേവി ശരീരമെന്നും വിവരിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവിഷ്ണു ശിവാത്മകങ്ങളായ ദേവി ശരീരത്തില് ബ്രഹ്മാവ് ജ്ഞാനശക്തിയും വിഷ്ണു ക്രിയാശക്തിയും ശിവൻ ഇച്ഛാശക്തിയുമാണെന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട്. ഇവയിൽ ഓരോന്നിലും വിസ്തരിച്ച് നമുക്ക് പറയാം. എല്ലാത്തിനും, അതുകൊണ്ട് തന്നെ അമ്മയാണ് എല്ലാത്തിനും ആധാരം, അല്ലെ? സർവാധാര, സർവത്തിനും ആധാരമായവൾ. സകല പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ദേവിയെ സർവാധാര, പ്രപഞ്ചത്തിന് ആധാരവും ആധേയവുമായി ഉള്ള എല്ലാ വസ്തുക്കളും, അതായത് ആശയങ്ങൾ ഉണ്ടെന്നർത്ഥം. അപ്പൊ ആധാരമായി എല്ലാം ദേവിയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ സർവാധാര, എല്ലാ വസ്തുക്കളെയും ആശയങ്ങളുടെ പരസ്പര ബന്ധം ആലോചിക്കുമ്പോൾ ആധാര ആധേയ ഭാവം ആപേക്ഷികമാണെന്ന് കാണാം. അപ്പൊ ആധാരമായതിന് ആധാരമായി മറ്റെന്തെങ്കിലും ഉണ്ടായേ പറ്റൂ, ഇല്ലേ? അപ്പൊ ഈ ആധാര ആധേയ ഭാവം അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാത്തിനും ആധാരമായ ശക്തിയെ കണ്ടെത്താൻ സാധിക്കും. ആ ശക്തിയാണ് നമ്മൾ പരാശക്തി എന്ന് വിളിക്കുന്നത്. ആ പരാശക്തിക്ക് ആധാരമായിട്ട് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നിരാധാര. സുപ്രതിഷ്ഠ,
സുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഷ്ഠയോട് കൂടിയവൾ. പ്രതിഷ്ഠ എന്നുള്ളതിന് സ്ഥിതി എന്നാണ് അർത്ഥം. ഇപ്പൊ മറ്റെല്ലാ സ്ഥിതികളും കാലം കൊണ്ട് നശിക്കും, സുസ്ഥിതി ഒന്നിനും ഇല്ല. ഇപ്പൊ പ്രളയകാലത്തും അഴിവില്ലാതെ പ്രതിഷ്ഠ, അതായത് ലോകമാതാവായിരിക്കുന്ന ലളിതാംബിക മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ജഗത്തുക്കളും തന്നിൽ ശ്രേഷ്ഠമായ രീതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളവളാണ് ദേവി എന്ന് വ്യാഖ്യാനം. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ തന്ത്രവിധി പ്രകാരം വേണ്ട വിധത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവളെന്നും അർത്ഥമുണ്ട്. സദസദ്രൂപധാരിണി, സത്തും അസത്തുമായിട്ടുള്ള രൂപങ്ങൾ ധരിക്കുന്നവൾ. ഇപ്പൊ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ ആ പാരമാർത്ഥിക സത്യമെന്നും വ്യാവഹാരിക സത്യമെന്നും രണ്ടായിട്ട് വിവരിക്കാറുണ്ട് അല്ലെ. സർവാധാരവും നിത്യവുമായിട്ടിരിക്കുന്നത് പാരമാർത്ഥിക സത്ത. ബ്രഹ്മം എന്നത് ആചാര്യന്മാർ ഉള്ളതായിട്ട് തോന്നിക്കുന്നതും അനിത്യവും ആധാര അധിഷ്ഠിതവുമാണ് വ്യാവഹാരിക സത്ത. അപ്പൊ ആ ഒരു മായ എന്ന് പറയുന്ന ആ ഒരു മായയില് അധിഷ്ഠിതമാണെങ്കിലും അതിൽ നിന്ന് ഭിന്നമാകുന്നത് കൊണ്ട് അസത്ത് എന്ന പേര്. ഈ രണ്ട് രൂപങ്ങളും ധരിക്കുന്നവൾ ദേവി. സദ്രൂപധാരണി. അപ്പൊ ലൗകിക വ്യവഹാരത്തില് സത്ത അസത്ത് ഇങ്ങനെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കാം. കാരണം ധർമ്മ അനുസൃതമായത് സത്ത്, ധർമ്മ വിരുദ്ധമായിരിക്കുന്നത് അസത്ത്. അപ്പൊ മനുഷ്യർക്ക് ആവശ്യം അനുഷ്ഠിക്കേണ്ടത് അല്ലെ, കാലം കൊണ്ടോ ദേശം കൊണ്ടോ മാറ്റം വരാത്ത സനാതന ധർമ്മ നിയമങ്ങൾ സത്ത്, അതിന് വിരുദ്ധമായിരിക്കുന്നതെല്ലാം അസത്ത്. അപ്പൊ ധർമ്മ നിയമങ്ങൾക്ക് അതീതമായിരിക്കുന്ന ദേവീ ചൈതന്യം സത്തായിട്ടും അസത്തായിട്ടും രൂപം ധരിക്കുന്നു. അതുകൊണ്ട് സദസദ്രൂപധാരിണി. അടുത്ത നാമങ്ങളില് ദേവിയുടെ അഷ്ടമൂർത്തി സ്വരൂപമാണ് പറയുന്നത്. അഷ്ടമൂർത്തി രജാജൈത്രി, ലോകയാത്രാ വിധായിനി, ഏകാകിനി, ഭൂമരൂപ, നിർദ്വൈത, ദ്വൈതവർജിത. അപ്പൊ അഷ്ടമൂർത്തി, 8 മൂർത്തികൾക്കും ആധാരമായിട്ടിരിക്കുന്നവൾ. പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും ആത്മാവും, ആത്മാവെന്ന് പറഞ്ഞാൽ അഹം, അത് ചേരുമ്പോൾ 8 മൂർത്തി അല്ലെ, ഭഗവാന്റെ അഷ്ടമൂർത്തി സ്വരൂപം. അജാജൈത്രി, അജാജൈത്രി, അജ എന്ന് പറഞ്ഞാൽ അവിദ്യ, ജൈത്രി എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൾ. അവിദ്യയെ ജയിച്ച് മുക്തി നേടാൻ ഭക്തനെ സഹായിക്കുന്നവൾ. ലോകയാത്രാവിധായിനി, ലോകത്തിന്റെ ജീവിതത്തിന്റെ ഗതിയെ സംവിധാനം ചെയ്യുന്നവൾ. ഏകാകിനി, നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു, കേവല അല്ലെ, ഏകയായിട്ടുള്ളവൾ, അതായത് പരബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഭൂമരൂപ, ഭൂമ എന്ന് പറഞ്ഞാല് ബഹുത്വം, പൊലിമ, പ്രപഞ്ചത്തിലുള്ള എല്ലാ ആകൃതികളുടെയും ആധാരമായിട്ടിരിക്കുന്നവൾ. നിർദ്വൈത, കാരണം നീര് ഇല്ലാത്ത, ദ്വൈത എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത്, രണ്ടാമതൊന്നും ഇല്ലാത്തവൾ, ഏകയായിട്ടിരിക്കുന്നവൾ. ദ്വൈതവർജിത, ദ്വൈതത്തിലും അപ്പുറത്ത് വാഴുന്നവൾ. ഈ നാമങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് വരുന്നു അല്ലേ. അഷ്ടമൂർത്തി, അപ്പോ ആ 8 മൂർത്തികളോട് കൂടിയവൾ. 8 മൂർത്തികൾ എന്നതിനെ പല രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ. കാരണം ദേവിക്ക് ലക്ഷ്മി, മേധ, ധര, പുഷ്ടി, ഗൗരി, തുഷ്ടി, പ്രഭ, ധൃതി, ഇങ്ങനെ 8 മൂർത്തികൾ ഉണ്ടെന്ന് പറയണു. മന്ത്രലിംഗ രൂപങ്ങളായിരിക്കുന്ന 8 മൂർത്തികളാണ് ഇവര്. പിന്നെ യോഗശാസ്ത്ര വിധി പ്രകാരം ആ ഒരു ആത്മാവിന് ജീവാത്മാവ്, അന്തരാത്മാവ്, പരമാത്മാവ്, നിർമ്മലാത്മാവ്, ശുദ്ധാത്മാവ്, ജ്ഞാനരൂപാത്മാവ്, മഹാത്മാവ്, ഭൂതാത്മാവ്, 8 മൂർത്തികൾ. അത് വളരെ പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. അപ്പൊ ആത്മാവിന്റെ 8 മൂർത്തി ഭേദങ്ങളും ദേവീ രൂപങ്ങളാണ്. ദേവി അഷ്ടമൂർത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി എന്താ പറയാ, ആ ഒരു ശക്തി രഹസ്യം എന്താണെന്ന് വെച്ചാല് പഞ്ചഭൂതങ്ങളില് ആ ഒരു പുഷ്പവത്തുക്കൾ, സൂര്യനും ചന്ദ്രനും, ആ ഒരു സ്വർഗം എന്നിവ ദേവിയുടെ 8 മൂർത്തികളാണ്. ശക്തി രഹസ്യത്തിലെ ആ ഒരു സ്വരിതി എന്ന പ്രയോഗത്തിന് ജീവാത്മാവ്, സ്വർഗം, ദീക്ഷിതൻ എന്ന മൂന്നില് ഏത് വേണമെങ്കിലും നമുക്ക് യോജിച്ചെടുക്കാം. ഇപ്പൊ പഞ്ചഭൂതങ്ങള് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ള 8 മൂർത്തികൾ എന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇതിൽ ഏതാണെങ്കിലും, കാരണം സമയാചാര സ്മൃതികളില് ഒരു തരത്തിൽ എടുക്കുന്നുണ്ട്. അഷ്ടമൂർത്തി ശിവൻ, ശിവനിൽ നിന്ന് അഭിന്നയായിട്ടുള്ളവൾ എന്ന് പറയുന്നുണ്ട്. ഏതർത്ഥത്തിലെടുത്താലും എല്ലാത്തിനും ഈ അഷ്ടസ്വരൂപവും ദേവി തന്നെയാണെന്ന് അർത്ഥം. അജാജൈത്രി, അജയെ ജയിച്ചവൾ, അവിദ്യാരൂപിണിയായിരിക്കുന്ന രൂപിണിയായ മായയാണ് നമ്മൾ അജ, മായയെ ജയിച്ചവൾ അല്ലേ. അപ്പോ എന്താ പറയാ, ഭക്തർക്ക് മായയെ ജയിക്കുന്നതിന് ശക്തി കൊടുക്കുന്നവൾ എന്നർത്ഥം. അപ്പോ ദേവി തന്നെയാണ് മായാരൂപിണിയായതുകൊണ്ട് ദേവി മായയെ തോൽപ്പിക്കണു എന്ന വാദത്തിന് അർത്ഥമില്ല. മായയെ ജയിക്കേണ്ടത് ആരാണ്? ഉപാസകനാണ് അല്ലേ. ലോകയാത്രാ വിധായിനി, ലോകയാത്രയെ നിയന്ത്രിക്കുന്നവൾ. ലോകയാത്ര എന്ന് പറയുന്നത് എന്താണ്? 14 ലോകങ്ങളുടെയും സംരക്ഷണത്തെയാണ് കുറിക്കുന്നത്. ലോകങ്ങൾ എന്ന് പറഞ്ഞാല് ആ ഒരു നിയതമായ ധർമ്മങ്ങൾക്ക് വിധേയമാണ്. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവയുടെ സൃഷ്ടികർത്തിയായിരിക്കുന്ന ദേവി തന്നെയാണ് നിലനിൽപ്പിന് വേണ്ട വിധാനവും നടത്തുന്നത്. ഇപ്പൊ ലോകങ്ങളുടെ യാത്രയെ
അതായത് പ്രളയത്തെ, നാശത്തെ വിധാനം ചെയ്യുന്നവളെന്നും വ്യാഖ്യാനം. ഇപ്പൊ സൃഷ്ടി സ്ഥിതികൾ പോലെ ലയവും വിധാനവും ചെയ്യുന്നവളെന്ന് അർത്ഥം. ഏകാകിനി, ഒറ്റപ്പെട്ടവളാണ് അമ്മ. അമ്മയല്ലാതെ വേറൊന്നും ഇല്ല, രണ്ടാമതായിട്ട് മറ്റൊന്നും ഇല്ല. ഇപ്പൊ സർവ പ്രപഞ്ചത്തിൽ നിന്ന് അഭിന്നയായിട്ടിരിക്കുന്നവൾ, എല്ലാ വസ്തുക്കളിലും, എല്ലാ പ്രാണികളിലും, എല്ലാ ശാസ്ത്രങ്ങളിലും, എല്ലാ വിദ്യകളിലും, എല്ലാ ലോകങ്ങളിലും, എല്ലാ കാലങ്ങളിലും ദേവി രൂപമാണെന്നർത്ഥം. ദേവിയിൽ നിന്ന് വേറെയായിട്ട് ഒന്നും തന്നെ ഇല്ല. ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയക മമാപര, ഈ ലോകത്തിൽ ഞാൻ ഒരുവൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ദ്വിതീയമായിട്ട്, രണ്ടായിട്ട് വേറെ ആരാണ് ഉള്ളതെന്ന് ദേവി മഹാത്മ്യത്തില് ദേവി ശുംഭനോട് ചോദിക്കുന്നത് വളരെ പ്രശസ്തമായിരിക്കുന്ന ശ്ലോകമാണ്. ഏകൈവ ലോകാൻ ഗ്രഹതി ഏകൈവ സ്ഥാപ യത്യപി ഏകൈവ സൃജ്യതേ വിശ്വം തസ്മാത് ഏകാകിനി മത. ദേവി പുരാണം പറയണു, അമ്മ മാത്രമേ ഉള്ളൂ ഭൂമരൂപ. ഭൂമരൂപ എന്ന് പറഞ്ഞാൽ ബ്രഹ്മരൂപിണി. ഭൂമ ബ്രഹ്മം അല്ലെ, ബ്രഹ്മം തന്നെയാണ് ഭൂമി എന്ന് പറയുന്ന ഇരിക്കുന്ന, ഭൂമിയായിട്ട് ഇരിക്കുന്നത്. ഭൂമ എന്നുള്ള പദത്തിന് ബഹു എന്നർത്ഥമുണ്ട്. അപ്പോ ഒരു സ്ഫടികമണി എടുത്ത് വസ്തുക്കളുടെ നിറങ്ങൾ ഉൾക്കൊണ്ട് ബഹുവർണമായിട്ട് കാണപ്പെടുന്ന പോലെ മേഘം ഒന്നാണെങ്കിലും രൂപം കൊണ്ടും നിറം കൊണ്ടും കാഴ്ച കൊണ്ടും പലതായിട്ട് തോന്നുന്നു അല്ലെ. ആകാശത്തിൽ നിന്ന് പൊഴിയുന്ന മഴവെള്ളം വീഴുന്ന ഭൂമി ഗുണമനുസരിച്ച് പല രസമുള്ളതായിട്ട് തീരുന്നു. വായു ഒന്നാണെങ്കിലും സാഹചര്യം കൊണ്ട് ദുർഗന്ധമോ സുഗന്ധമോ ഉള്ളതായിട്ട് തീരുന്നു. അഗ്നി ഏകമാണെങ്കിലും സന്ദർഭം അനുസരിച്ച് ഗാർഹപത്യാഗ്നി, ദക്ഷിണാഗ്നി, ആവഹനീയാഗ്നി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ ഏകയും ബ്രഹ്മരൂപിണിയുമായിരിക്കുന്ന ദേവി ഉപാധി ഭേദം കൊണ്ട് അനേക സ്വരൂപങ്ങളായിട്ട് വിരാജിക്കുന്നു. എന്നാൽ എല്ലാത്തിൻ്റെയും ഉള്ളില് ആത്മാവായിട്ട് ഇരിക്കുന്ന, പ്രതിഷ്ഠിതമായിരിക്കുന്നത് അമ്മ തന്നെയാണ്. ഏകയായ പരമേശ്വരി ഉപാധിതമാണെന്ന് അറിയപ്പെടുന്നതിനാൽ ബഹുരൂപത്തില് നമ്മള് വർണ്ണിക്കപ്പെടണു എന്നർത്ഥം. ദേവി നിർദ്വൈത, ദ്വൈതവർജിത, നിർഗതമായിരിക്കുന്ന ദ്വൈതം, അതിനെയാണ് നിർദ്വൈതം എന്ന് പറയുന്നത്. ദ്വൈതഭാവം ഇല്ലാത്തവൾ നിർദ്വൈത, ദ്വൈതഭാവത്തെ വർജിച്ചവൾ. അപ്പൊ ദ്വൈതവർജിത, രണ്ടെന്നുള്ള ഭാവത്തെയാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഇവിടെ ജീവനും ഈശ്വരനും രണ്ടാണെന്നുള്ള ഭാവമാണ് ദ്വൈതം. അപ്പൊ വേദാന്ത ശാസ്ത്രത്തിലെ അദ്വൈതം പോലെ ദ്വൈതവും സിദ്ധാന്തമായിട്ട് ആചാര്യന്മാർ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ ദ്വൈതവാദം മാധ്വാചാര്യര് തുടങ്ങിയവര് ഒരു പ്രസ്ഥാനമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. ആ സിദ്ധാന്ത ചർച്ചയിലല്ല ഈ നാമം കുറിക്കുന്നത്. ഏകാകിനി, ഭൂമരൂപ തുടങ്ങി നിരവധി നാമങ്ങൾ സൂചിപ്പിച്ച ദേവിയുടെ സർവവ്യാപ്തവും പ്രപഞ്ചത്തിൽ നിന്ന് അഭിന്നവുമായിരിക്കുന്ന സ്ഥിതിയാണ്. പുരുഷനും പ്രകൃതിയും, ശിവനും ശക്തിയും ഒന്നിന്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ്, ഭേദഭാവങ്ങൾ മാത്രമാണ്. ഭിന്നമായിട്ട് പ്രവർത്തിക്കുന്നത് ദേവി ചൈതന്യമാണ്. ഇപ്പൊ പ്രാണികളിൽ പ്രവർത്തിക്കുന്ന ജീവശക്തിയും പരാശക്തിയും രണ്ടല്ല. ഇപ്പൊ ദ്വൈത ദൃഷ്ടി നീങ്ങി അദ്വൈത ഭാവന ഉണ്ടാകുന്നതിന് ദേവിയുടെ കാരുണ്യം കാരണമായതുകൊണ്ട് ദേവിക്ക് നിർദ്വൈത എന്നുള്ള നാമം. അപ്പൊ തനിക്ക് അന്യമായിട്ട് മറ്റൊന്നും ഇല്ലാത്തവളായതുകൊണ്ട് നാമം എന്തോ സാർത്ഥകമായിട്ട് തീരുകയാണ് അല്ലേ. അപ്പൊ ദ്വൈതത്തെ വർജിച്ചവൾ എന്ന് പിരിച്ചർത്ഥം പറയുമ്പോൾ മുമ്പ് രണ്ടായിരുന്നവൾ രണ്ടെന്ന ഭാവം ഉപേക്ഷിച്ച് ഒന്നായി എന്ന വികല്പം തോന്നുന്നു കരുതിയിട്ടാണ് ന പുനർദ്വൈതം, പൂർവം സ്ഥിതം എന്ന് പറയാൻ കാരണം. എന്താ പറയാ, പരാശക്തിയായിരിക്കുന്ന ലോകമാതാവ് ഒന്നേ ഉള്ളൂ. അതിന്റെ പ്രതിഭാസമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ദേവിയിൽ നിന്ന് ഭിന്നമല്ലാത്തവയാണ്. ഇപ്പൊ ദ്വൈതഭാവത്തിന് ആ ഒരു പ്രസക്തിയേ ഇല്ലാത്തത് കൊണ്ട് ദ്വൈതവർജിത. ഇപ്പൊ ഭേദഭാവം അനിത്യവും പ്രാണികൾക്ക് ശരീരജന്യമായിരിക്കുന്ന വാസനാബലം കൊണ്ടുണ്ടാകുന്ന ഒരു മിഥ്യാഭാവമായതുകൊണ്ട് അതില്ലാത്തതാണ് എന്ന് ഈ രണ്ട് നാമങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോ അടുത്ത നാമങ്ങള് ദേവിയുടെ എന്താ പറയാ, അന്നദ, വസുധ, വൃദ്ധ, ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി, ബൃഹതി, ബ്രാഹ്മണി, ബ്രാഹ്മി, ബ്രഹ്മാനന്ദ, ബലിപ്രിയ. ഇപ്പൊ ത്യാഗത്തെ ഇഷ്ടപ്പെടുന്നവൾ അല്ലെ, ബലിപ്രിയ. ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം. അന്നദ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങൾക്കും അന്നം നൽകുന്നവളാണ്. വസുധ സമൃദ്ധിയെ നൽകുന്നവള്. വൃദ്ധ ഏറ്റവും പുരാതനമായിട്ടിരിക്കുന്നവൾ. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി, ബ്രഹ്മ ആത്മ ഐക്യ സ്വരൂപിണി. ആത്മാവും പരബ്രഹ്മവും ചേർന്ന് ഒന്നാകുന്നവൾ മോക്ഷത്തില് അല്ലെ. ബൃഹതി ഏറ്റവും ബൃഹത്തായിട്ടിരിക്കുന്നവൾ. ബ്രഹ്മാണി വേദത്തിൽ അറിഞ്ഞവൾ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ്. ബ്രാഹ്മി വാക്കിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ വേദത്തിന്, വാക്കിന് ആധാരം. ബ്രഹ്മാനന്ദ
പരബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴുള്ള ആനന്ദമായിട്ടിരിക്കുന്നവൾ. ബലിപ്രിയ എന്ന് പറഞ്ഞാൽ ത്യാഗത്തെ ഇഷ്ടം. എപ്പോഴും ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം. അപ്പോ അന്നത്തെ ദാനം ചെയ്യുന്നവൾ അന്നദ അല്ലെ. പ്രാണികൾക്ക് ദേഹം നിലനിർത്തുന്നതിന് അന്നം വേണം, ആഹാരം വേണം. ആഹാരമില്ലെങ്കിലോ ജീവികൾക്ക് നിലനിൽപ്പില്ല അല്ലെ. എല്ലാ ജീവികൾക്കും അന്നദാനം ചെയ്യുന്നവളാണ് അന്നദ. അന്നാത് ഭവതി ഭൂതാനി പർജന്യ അന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. അപ്പോ കർമ്മം ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവത്ഗീത പറയണു, ഭഗവാൻ ഭൂതങ്ങൾക്കും അന്നത്തിനും പർജന്യത്തിനും പർജന്യത്തിൽ നിന്ന് യജ്ഞത്തിനും കർമ്മത്തിനും ബ്രഹ്മത്തിനും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ അതായത് ഒന്നിന് മറ്റൊന്ന് ആധാരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ചക്രത്തില് എല്ലാം എന്താണ്, ഒന്നിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും എന്നപോലെ പ്രാണികൾക്ക് ആഹാരവും ദേവിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ദേവിക്ക് പൂർണ്ണയായിട്ടും ഭക്തന്മാര് രൂപം കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോ കയ്യിൽ അന്നപാത്രവും വിളമ്പുന്ന തവിയുമായിട്ട് കാരുണ്യ ആ ഒരു വാത്സല്യ തരംഗിതമായ മുഖഭാവത്തോടുകൂടി കാശിയിലും കേരളത്തിലും ചെറുകുന്നിലും മറ്റനേകം ക്ഷേത്രങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ അധിഷ്ഠാത്രി എന്ന് പറയാം. അപ്പൊ ഈ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ, അന്നം കൊടുക്കുന്നവളാണ് ദേവി അല്ലെ. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ജ പാർവതി എന്ന് ശങ്കരാചാര്യസ്വാമികളുടെ പ്രസിദ്ധമായിരിക്കുന്ന അന്നപൂർണ സ്തോത്രം പറയണു. അപ്പൊ വസുവിനെ ദാനം ചെയ്യുന്നവൾ. വസു എന്ന പദം എന്താ, സുവർണ രത്നാദികളായിരിക്കുന്ന സമ്പത്തിനെയാണ് കുറിക്കുന്നത്. അപ്പൊ അന്നം ദാനം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തതിൽ എന്താ പറയുന്നത്, അന്നം സർവ്വ പ്രാണികൾക്കും ആവശ്യമാണ്, സമ്പത്തോ മനുഷ്യർക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം. കാരണം സമ്പത്ത് നൽകുന്നവളെന്ന് അർത്ഥം. അപ്പൊ വസു എന്ന ശബ്ദത്തിന് ജലം എന്ന അർത്ഥമുണ്ട്. മുൻ നാമത്തിൽ നമ്മൾ പറഞ്ഞ അന്നം പോലെ തന്നെ പ്രധാനമാണ് അന്നത്തിന്റെ മുഖ്യ ഭാഗമാണ് ജലം അല്ലെ. ജലത്തെ ദാനം ചെയ്യുന്നവൾ. വസു എന്നതിന് പ്രകാശം, കാന്തി എന്ന അർത്ഥമുണ്ട്. പ്രകാശം നൽകുന്നവൾ, സൂര്യ ചന്ദ്രാദി രൂപത്തില് പ്രകാശം നൽകുന്നവൾ. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും നോക്കി നമ്മൾ തൊഴാം. കാരണം ഭാനുമണ്ഡല മധ്യസ്ഥ അല്ലെ. സൂര്യനും ചന്ദ്രനും എല്ലാം അമ്മയാണ് അതിന്റെ മധ്യത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വൃദ്ധയായിട്ടിരിക്കുന്നവൾ എന്ന് വെച്ചാല് അനാദിയായിരിക്കുന്ന ദേവി, മറ്റെല്ലാത്തിനേക്കാളും ജ്യേഷ്ഠയായതുകൊണ്ട് വൃദ്ധ, ഇല്ലെങ്കിൽ വർദ്ധിച്ചവൾ എന്ന് വൃത്ത എന്നുള്ള നാമത്തിന് അർത്ഥം എടുക്കാം. ഈ അർത്ഥത്തിൽ ജ്ഞാനം, ധർമ്മം, സമ്പത്ത്, ശക്തി, വീര്യം തുടങ്ങി പലതിലും വൃദ്ധത്വമാകാം. ആത്യന്തികമായിട്ട് ജഗത് രൂപേണ അഭിവൃദ്ധിയെ പ്രാപിച്ചവൾ, ജഗത്തിനെ വർദ്ധിപ്പിക്കുന്നവൾ എന്ന് വ്യാഖ്യാനം. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി, ജീവനും ബ്രഹ്മത്തിനും തമ്മിലുള്ള ഐക്യം സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മശബ്ദത്തെ ശിവൻ എന്ന് വ്യാഖ്യാനിക്കാം. ശിവനും ജീവാത്മാക്കൾക്കും തമ്മിലുള്ള ഐക്യം പ്രതിപാദിക്കുന്ന ഹംസമന്ത്രം രൂപമായിട്ടുള്ളവൾ അല്ലെ. ഹംസമന്ത്ര സ്വരൂപിണി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ഹംസമന്ത്രം ശരിക്കും പറഞ്ഞാൽ മന്ത്രത്തിന്റെ രൂപം. ഹംസമന്ത്രമാണ് പ്രാണമന്ത്രം എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഹംസമന്ത്രത്തിന്റെ ആത്മാവായിട്ടിരിക്കുന്നവൾ, ബൃഹതി മഹത്വമുള്ളവൾ, അതായത് ഏറ്റവും വലുതായിട്ടിരിക്കുന്നവൾ, മഹത്തായിരിക്കുന്നവൾ, ബ്രഹ്മരൂപിണി, വേദാന്തർഗതമായിരിക്കുന്ന സാമങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്തോത്രത്തെയാണ് നമ്മൾ ബൃഹത് സാമം എന്ന് പറയുന്നത്. ജ്യേഷ്ഠ സാമം എന്നും പറയാറുണ്ട്. അപ്പോ ബൃഹത് ശ്യാമ തഥാ സാംനം ഗായത്രി ഛന്ദസാമഹം എന്ന ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയണു. അപ്പൊ ആ ഒരു ബൃഹത് സാമ രൂപത്തിലിരിക്കുന്നവൾ, 9 അക്ഷരം ഓരോ പദത്തിലുമുള്ള ഛന്ദസ് തന്നെയാണ് ബൃഹതി ഛന്ദസ് എന്ന് പറയുന്നത്. അപ്പൊ വൃത്തശാസ്ത്രത്തില് പ്രസിദ്ധമായിരിക്കുന്ന ഛന്ദസിന്റെ രൂപം ധരിച്ചവൾ ബ്രാഹ്മണി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ അല്ലെ. സ്ത്രീലിംഗ രൂപമായതുകൊണ്ട് ദേവീപരമായി പ്രയോഗിക്കുമ്പോൾ ബ്രാഹ്മണി എന്ന് രൂപം. ഇപ്പൊ ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ബ്രാഹ്മണി. ഇപ്പൊ ബ്രാഹ്മണന്റെ പത്നി ബ്രാഹ്മണി. അപ്പൊ ആ ഒരു ദ്വിജ സ്ത്രീ സ്വരൂപമായവൾ. ദേവന്മാരിലെ ബ്രാഹ്മണനാണ് ശിവൻ. അപ്പൊ ശിവപത്നി ആയതുകൊണ്ട് ബ്രാഹ്മണി എന്ന് പക്ഷം. ഇപ്പൊ ബ്രഹ്മണോ ഭഗവാൻ സാംബോ. ബ്രാഹ്മി എന്ന് പറഞ്ഞാല് ബ്രഹ്മശക്തി, ബ്രാഹ്മണി ബ്രാഹ്മി. ബ്രഹ്മശക്തി ദേവിയുടെ വടിവായിരിക്കുന്നവൾ സരസ്വതി. ശുംഭ നിശുംഭന്മാരെ കൊല്ലാൻ മുതിർന്ന ദേവിയെ സഹായിക്കാൻ എല്ലാ ദേവതാ ശക്തികളും എത്തി അല്ലെ. ആ ദേവന്മാരുടെ രൂപങ്ങളെല്ലാം തന്നെ ആയുധം, ബലം എന്നിവയോടുകൂടി ആവിർഭവിച്ച
ആവിർഭവിച്ചായിട്ട് ദേവി മഹാത്മ്യത്തിൽ ബ്രഹ്മശക്തി യുദ്ധത്തിൽ പങ്കെടുത്ത അസുരന്മാരെ നിഗ്രഹിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ കമണ്ഡലുവിലെ ജലം തളിച്ച അസുരന്മാരെ ബ്രഹ്മാണി ഹതവീര്യമാക്കിയെന്നും ആ ഒരു ഹതവും ജസ്സുക്കളുമായി ആക്കിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാണി എന്നും ബ്രാഹ്മി എന്നുമുള്ള ശക്തി ആ രൂപത്തിലിരിക്കുന്നവൾ, അത് ദേവിയുടെ പേര് തന്നെയാണ്. ബ്രാഹ്മിയായിട്ട് രൂപം ധരിച്ചവൾ. അവസാനം ഇവരെല്ലാം ദേവിയിൽ വന്ന് ലയിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ബ്രാഹ്മി എന്ന പദത്തിന് ബ്രഹ്മാവിൽ നിന്നുണ്ടായത് എന്ന അർത്ഥത്തില് വേദം എന്നും നമുക്ക് വ്യാഖ്യാനം. വേദസ്വരൂപിണി. ബ്രാഹ്മി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഔഷധ സസ്യമുണ്ട്. ബ്രാഹ്മി, സരസ്വതി, സൗമ്യ എന്നൊക്കെ പറയാറുണ്ട്. കാരണം ആ എന്താ പറയാ, ബ്രാഹ്മി എന്ന് പറയുന്ന ചെടി ആ ഔഷധം ഉണ്ടാക്കി കഴിച്ചാല്, അതായത് ഔഷധ സോമവള്ളിയുടെ ഇതിനെ എന്താ പറയാ, ഔഷധത്തെയാണ് നമ്മൾ ബ്രാഹ്മി എന്ന് പറയുന്നത്. അതൊരു ഔഷധ ചെടിയാണ്. ഇപ്പൊ കേരള പാരമ്പര്യ പ്രകാരം സാരസ്വതം എന്നുള്ള ബ്രാഹ്മി. അപ്പൊ അത് ബുദ്ധിയും വാക്സാമർഥ്യവും ഉണ്ടാക്കാനാണ് ആ ഔഷധം കഴിക്കുന്നത്. ആ സ്വരൂപത്തിലിരിക്കുന്നവൾ ബ്രഹ്മാനന്ദ. ബ്രഹ്മാനന്ദം സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ആനന്ദം തൃപ്തി കൊണ്ടുണ്ടാകുന്ന മനസ്സിന്റെ ഒരു പ്രസന്ന ഭാവമാണ്. അത് കാര്യകാരണ സംബന്ധം കൊണ്ട് പല തലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. രോഗിക്ക് രോഗം മാറുമ്പോൾ, ദരിദ്രന് ധനം ലഭിക്കുമ്പോൾ, പരാജിതന് വിജയം കിട്ടുമ്പോൾ, സുന്ദരമായ ദൃശ്യം കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെ, എല്ലാം ഒരു ആനന്ദ അനുഭവം. എന്നാൽ ഈ കിട്ടുന്ന ആനന്ദ അനുഭവം ക്ഷണികമാണ്. അനുഭൂതിക്ക് കാരണമായിരിക്കുന്ന സാഹചര്യം മാറുമ്പോൾ ആനന്ദ അനുഭൂതിയും അസ്തമിക്കും. കുറെ കൂടി ദീർഘകാലം നിലനിൽക്കുന്ന ആനന്ദ അനുഭൂതികളും ശാശ്വതമായിരിക്കുന്ന ആനന്ദ അനുഭൂതിയും ഋഷിമാര് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയെ പ്രാപിക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷയാനന്ദം, വാസനാനന്ദം, നിജാനന്ദം, മുഖ്യാനന്ദം, ആത്മാനന്ദം, അദ്വൈതാനന്ദം, ജ്ഞാനാനന്ദം, ബ്രഹ്മാനന്ദം, ഇങ്ങനെ ആനന്ദത്തെ തന്നെ 8 വകയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആചാര്യന്മാര് പറയുന്നതാണിത്. അപ്പൊ ബ്രഹ്മവും ജീവനും ഒന്നായി തീരുന്ന അവസ്ഥയാണ് നമ്മൾ ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദം ദേവിക്കുണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദേവി തന്നെയാണ് പരബ്രഹ്മ സ്വരൂപിണി ആയതുകൊണ്ട് അതിൽ നിന്നും ഭിന്നമല്ലാത്തതിന് യോജിപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെ. ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കുന്ന ജീവന് അനുഭൂതമാകുന്ന ആനന്ദം അത് ദേവി സ്വരൂപം തന്നെയാണ്. അപ്പൊ ഭക്തന്മാരെ ആ ഒരു ബ്രഹ്മാനന്ദപ്രദമായിരിക്കുന്ന മാർഗത്തിലേക്ക് നയിക്കുന്നവളെന്നും പറയാം. ബലിരൂപ. അപ്പൊ ബലിരൂപ, ബലിപ്രിയ. അപ്പൊ ആ ബലിരൂപ എന്നുള്ള നാമം ഇതിനകത്തില്ല. അപ്പം ബലികളെ ഇഷ്ടപ്പെടുന്നവൾ, ബലിയിൽ പ്രിയമുള്ളവൾ. അപ്പോ ശത്രുക്കളെ ജയിക്കാൻ തക്ക ബലമുള്ളവൾ എന്ന ബലി ശബ്ദത്തെ നമ്മൾ വ്യാഖ്യാനിക്കണം. അതായത് പ്രകൃതത്തിൽ അവിദ്യയെ നിരസിക്കുന്നതിൽ സമർത്ഥൻ എന്ന് ഗ്രഹിക്കാം. അപ്പൊ കാമാദികളായിരിക്കുന്ന ശത്രുക്കളെ വിജയിക്കുന്നതില് ബലികളിൽ പ്രിയമുള്ളവൾ. ഇപ്പൊ ശരീരബലവും അഭ്യാസ പടുതയും കൊണ്ട് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വീരനെയും നമുക്ക് ബലി എന്ന് പറയാം. അങ്ങനെയുള്ള യുദ്ധവീരന്മാരിൽ പ്രിയമുള്ളവൾ എന്ന് പഠിച്ച് മനനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ജ്ഞാനബലം സമ്പാദിച്ച് വാദങ്ങളിൽ വിപക്ഷികളെ പരാജയപ്പെടുത്തുന്ന പണ്ഡിതന്മാരിൽ പ്രിയമുള്ളവൾ. അപ്പൊ ദാനപരത കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും പ്രസിദ്ധനായിരിക്കുന്ന മഹാബലി എന്നുള്ള ആ അസുര രാജാവിനെ വാമന രൂപത്തിൽ അവതരിച്ച വിഷ്ണു ഭൗതികമായ രാജ്യാധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയതും ശാശ്വത പദം നൽകിയതുമായിട്ടുള്ള കഥ പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്, അല്ലെ. അപ്പൊ വാമന രൂപിയായ വിഷ്ണുവിൽ നിന്ന് അഭിന്നയായിരിക്കുന്നവൾ, അല്ലെ, വിഷ്ണു രൂപിണി. പൂജാതി കർമ്മങ്ങളിൽ ദേവതയ്ക്ക് അർപ്പിക്കുന്ന ഉപചാരങ്ങളിൽ കാഴ്ചവെക്കുന്ന നൈവേദ്യാദികളെ കുറിക്കാനും നമ്മൾ ബലി എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തനിക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന ബലിയിൽ പ്രീതിയുള്ളവളാണ് ദേവി എന്ന് അർത്ഥം. അപ്പൊ ഇനി അടുത്ത നാമങ്ങൾ ദേവിയുടെ ഭാഷാരൂപത്തെയാണ് കാണിക്കുന്നത്. ഭാഷാരൂപ, ബൃഹത്സേന തുടങ്ങിയ നാമങ്ങൾ. അപ്പൊ ഇത്രയും നാമങ്ങൾ, അതായത് 677 നാമം വരെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി അടുത്ത 678 നാമം ഭാഷാരൂപ എന്നുള്ളതാണ്. അവിടെ മുതൽ നമുക്ക് അടുത്ത സത്സംഗത്തിൽ ആരംഭിക്കാം. ഇന്ന് നമുക്കിവിടെ നിർത്തുകയാണ്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രിയംബലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദേവീ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.